Hi, welcome back to the speed solution session of laws of motion. അപ്പോൾ നമ്മൾ ആദ്യത്തെ സെഷൻ കംപ്ലീറ്റ് ചെയ്തു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറികളൊക്കെ പറഞ്ഞിട്ടുണ്ട്. മക്കൾ അതിൽ നിന്ന് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ബിൽഡ് ചെയ്യാൻ. പിന്നെ ഇപ്പോഴുള്ള സെക്ഷനിൽ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? ക്വസ്റ്റ്യൻ സെഷൻ ആണല്ലേ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ആരെങ്കിലും ഈ വീഡിയോയിൽ കയറി വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ വീഡിയോ കണ്ടിട്ട് വേണം ഇതിൽ വരാൻ. കാരണം അതിലെ തിയറി വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? യെസ്. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. എന്താ ക്വസ്റ്റ്യൻ? വായിച്ചേ. എ ബ്ലോക്ക് ഓഫ് മെറ്റൽ വെയിങ് 2 kg is resting on a frictionless plane. If it is struck by a jet releasing water at a rate of 1 kg per second at a speed of 5 meter per second, the initial acceleration of the block will be എന്നാണ് ചോദ്യം. ബ്ലോക്കിൻ്റെ ആക്സിലറേഷൻ എത്രയായിരിക്കും? ഇനീഷ്യൽ എന്ന് അവർ അണ്ടർലൈൻ ചെയ്ത് നമുക്ക് പറയുന്നുണ്ട് അല്ലേ, ഇനീഷ്യൽ ആക്സിലറേഷൻ. കാരണം അവർ തന്നിട്ടുള്ളത് ഇനീഷ്യൽ സ്പീഡാണ്. ആ സ്ട്രക്ക് ചെയ്യുന്ന സമയത്ത് ആ വാട്ടർ റിലീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വാട്ടർ റിലീസ് ചെയ്യുന്ന സമയത്ത് അതിനുണ്ടാവുന്ന വാട്ടറിൻ്റെ സ്പീഡാണ് തന്നിട്ടുള്ളത്, വിച്ച് ഇസ് 5 meter per second എന്ന്. അപ്പോൾ നമുക്ക് ബ്ലോക്കിൻ്റെ മാസ് തന്നിട്ടുണ്ട്. ബ്ലോക്കിൻ്റെ മാസ് എത്രയാണ് തന്നിരിക്കുന്നത്? 5 kg എന്ന് തന്നിട്ടുണ്ട്. പിന്നെ തന്നിട്ടുള്ളത് അറ്റ് റേറ്റ് ഓഫ് 1 kg per second എന്ന് പറയുമ്പോൾ 1 kg per second റേറ്റ് എന്തിൻ്റെ റേറ്റ് തന്നിട്ടുള്ളത്? മാസിൻ്റെ റേറ്റ് തന്നിട്ടുള്ളത്. അതായത് ദേ ഹാവ് ഗിവൺ dm/dt. dm/dt എത്രയാണ് തന്നിരിക്കുന്നത്? 1 kg per second അറ്റ് എ സ്പീഡ് ഓഫ് 5 meter per second. ദാറ്റ് ഈസ് ഇനീഷ്യൽ സ്പീഡ് 5 meter per second ആയിട്ട് എടുക്കാം. വാട്ട് ഈസ് ദ ഇനീഷ്യൽ ആക്സിലറേഷൻ എന്നാണ് ചോദ്യം. വാട്ട് ഈസ് ദ ഇനീഷ്യൽ ആക്സിലറേഷൻ എന്നാണ് ചോദ്യം. എങ്ങനെ ചെയ്യാം? നമുക്കറിയാലോ F = എന്താണെന്നറിയാം, dp/dt ആണെന്നറിയാം അല്ലേ. F = dp/dt ആണ്. അപ്പോൾ നമുക്ക് F = ma അല്ലടാ, നെറ്റ് ഫോഴ്സ് F = ma ആണ്. അപ്പോൾ വന്നേ. അപ്പോൾ മാം ഞാനിപ്പോൾ വിഷ്ണു നീ ആദ്യം ഉണ്ടല്ലോ ഇതിൻ്റെ ക്വിക്ക് റിവിഷൻ കോൺസെപ്റ്റ് കാണണം കേട്ടോ. ക്വിക്ക് റിവിഷൻ കോൺസെപ്റ്റ് ആ ഒരു റിവിഷൻ ക്ലാസ് കാണണം. അത് കഴിഞ്ഞിട്ട് ഇത് കണ്ടാൽ മതി കേട്ടോ വിഷ്ണു. യെസ്. സോ ma = നമുക്ക് എങ്ങനെ എഴുതാം? dp/dt എന്ന് എഴുതാം. ദാറ്റ് ഈസ് ma = മക്കളെ d/dt ഓഫ് മക്കളെ dp/dtനെ d/dt ഓഫ് mv എന്ന് എഴുതി കൂട്ടാ. യെസ്, d/dt ഓഫ് mv. വി കോൺസ്റ്റന്റ് ആണ്. അറ്റ് സ്പീഡ് ഓഫ് 5 meter per second വി കോൺസ്റ്റന്റ് ആയിട്ട് അവർ തന്നിരിക്കുന്നത്. അപ്പോൾ വീനെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ വി ഇൻറ്റു എന്തെന്ന് എഴുതാം? dm/dt എന്ന് എഴുതാം. മക്കളെ മാസ് എത്രയാണ് തന്നിരിക്കുന്നത്? മാസ് 5 kg എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 5 ഇൻറ്റു ആക്സിലറേഷൻ = വിയും 5 ആണ് ഇൻറ്റു dm/dt. dm/dt എത്രയാണ് മക്കളെ തന്നിരിക്കുന്നത്? 1. സോ ആക്സിലറേഷൻ = 1 meter per second square എന്ന് വരും. ആക്സിലറേഷൻ = 1 meter per second square എന്ന് വരും. ആണോ അല്ലയോ? യെസ്. 1 meter per നമ്മൾ എവിടെയെങ്കിലും തെറ്റിച്ചായിരുന്നോ? എ ബ്ലോക്ക് ഓഫ് മെറ്റൽ വെയിങ് 2 kg is resting if it is struck by a water rate of at a speed of 2 kg ആണ് അല്ലേ മാസ്. നമ്മൾ എഴുതിയത് എത്രയാണ്? 5 kg എന്ന് എഴുതിയത്. 2 kg. യെസ്. അപ്പം മാസിൻ്റെ അവിടെ 2 kg എന്നാക്കണേ. 2. സോ 5/2 എന്ന് വരും. എത്രയാണ് മക്കളെ ആൻസർ? 5/2 which is 2.5 meter per second square. യെസ്, 2.5 meter per second square അങ്ങനെ വരും. റെഡി അല്ലേ? ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? ഇഫ് യു നോ തിയറി യെസ്. യെസ്. ഇഫ് യു നോ തിയറി. ഫർസാന ക്വസ്റ്റ്യൻസ് കിട്ടിയായിരുന്നോ? ചെയ്യാൻ കിട്ടിയില്ലേ? കിട്ടിയില്ലേ മക്കളെ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. ഓക്കെ അല്ലേ? നമ്മൾ മാസേ ആദ്യം 5 kg എന്നാണ് എടുത്തത്. 2 kg ആണ് കേട്ടോ. ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. യെസ് റാഷിദ്. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. A string of length L and a mass M is lying on a horizontal table. A force F is applied at one of its end. Tension in the string at a distance y from the end at which the force is applied. മക്കളെ ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത് അവർ തന്നിട്ടുണ്ട്. സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എത്രയാണ് മക്കളെ? L ആണ്. സ്ട്രിങ്ങിൻ്റെ മാസും അവർ തന്നിട്ടുണ്ട്. മാസ് എത്രയാണ്? M ആണ്. അപ്പം നമ്മൾ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. സ്ട്രിങ്ങിൽ ഉണ്ടാകുന്ന ടെൻഷൻ 2 ടൈപ്പ് ഉണ്ട്. ടെൻഷൻ വിത്ത് മാസ് ഉണ്ട്. അതായത് സ്ട്രിങ് വിത്ത് മാസിനൊരു ടെൻഷനാണ്, സ്ട്രിങ് വിത്തൗട്ട് മാസിന് വേറൊരു ടെൻഷനാണെന്നാണ് പറഞ്ഞത്. സ്ട്രിങ് വിത്ത് മാസ് ആകുമ്പോൾ ടെൻഷൻ വിൽ ബി ഡിഫറെൻറ്റ് അറ്റ് ഡിഫറെൻറ്റ് പോയിന്റ്സ് ഓൺ ദ സ്ട്രിങ് എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ മക്കളെ? അപ്പോൾ ഇവർ പറയും, നോക്കി ഇതാ പോയിന്റ് അവർ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. നമ്മൾ എവിടെയോ ഒരു ഫോഴ്സ് കൊടുക്കുന്നു, ഏതൊരു ഡയറക്ഷനിൽ ഒരു
ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ആ ഫോഴ്സ് കൊടുക്കുന്ന ആ ഒരു എൻഡിൽ നിന്നും y ഡിസ്റ്റൻസ് ഇപ്പുറത്തുള്ള ടെൻഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കണ്ടോ മക്കളെ, സ്ട്രിങ് മാസ് ഉള്ള സ്ട്രിങ് ആണെങ്കിൽ അവർ പോയിന്റ് സ്പെസിഫൈ ചെയ്യും. യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ദാറ്റ്. ഓക്കെ, പോയിന്റ് അവർ സ്പെസിഫൈ ചെയ്തോളും. അപ്പോൾ ആ പോയിന്റിൽ വെച്ച് നമ്മൾ ചെയ്തത് ഓർമ്മയുണ്ടോ? ആദ്യം തന്നെ ആക്സിലറേഷൻ കണ്ടുപിടിക്കും. ആക്സിലറേഷൻ ഇക്വേഷൻ എന്താ? അൺബാലൻസ്ഡ് ഫോഴ്സ് ബൈ ടോട്ടൽ മാസ് ആണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനിൽ ഫ്രിക്ഷൻ ലൈയിങ് ഓൺ എ ഹൊറിസോണ്ടൽ ടേബിളിന് മാത്രമേ പറയണം. അപ്പോൾ ഫ്രിക്ഷൻ എടുക്കേണ്ട കാര്യമില്ല. അവർ പറഞ്ഞില്ല, ഫ്രിക്ഷനെ പറ്റി ഒന്നും മെൻഷൻ ചെയ്യുന്നില്ല. അപ്പോൾ അവൾ ഫ്രിക്ഷൻ എടുക്കില്ല. നമ്മൾ ഇനി ആദ്യം ഇതിന്റെ ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ അൺബാലൻസ്ഡ് ഫോഴ്സ് ബൈ ടോട്ടൽ മാസ് ആണ് എടുക്കുക. എത്ര അൺബാലൻസ്ഡ് ഫോഴ്സ് മക്കളെ? ഇവിടുത്തെ ടെൻഷൻ, ആക്ഷൻ, റിയാക്ഷൻ പെയർ അല്ലടാ, അത് ക്യാൻസൽ ആയി പോവില്ലേ? ബാക്കിയുള്ള അൺബാലൻസ്ഡ് ഫോഴ്സ് ഈ എഫ് അല്ലടാ. അപ്പോൾ എഫ് ബൈ എം എന്ന് എഴുതാം. അൺബാലൻസ്ഡ് ഫോഴ്സ് ബൈ ടോട്ടൽ മാസ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? ടെൻഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ടെൻഷൻ കണ്ടുപിടിക്കാൻ മിസ് പറഞ്ഞു, ഇവിടെ വെച്ച് എന്ത് ചെയ്യണം? നമ്മൾ ഏത് പോയിന്റിലെ ടെൻഷനാണോ കണ്ടുപിടിക്കേണ്ടത് അവിടെ വെച്ച് നമ്മൾ എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. ആണോ അല്ലയോ? യെസ്, കിട്ടിയില്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ നമ്മൾ എവിടെ വെച്ചിട്ടാണോ അവിടെ വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യും. ഇങ്ങനെ രണ്ട് ഫിഗർ ആക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ടെൻഷന്റെ ഡയറക്ഷൻ അടയാളപ്പെടുത്തും. മിസ് ഇതിൽ തന്നെ കാണിച്ചു തരാം, കാരണം നമുക്ക് കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് ആൻസർ ചെയ്യണ്ടേ. അപ്പോൾ രണ്ട് ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചിരിക്കാനൊന്നും നമുക്ക് സമയമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇതിൽ തന്നെ കാണിക്കാൻ പോകണം. എഫ് ഇങ്ങോട്ട് കൊടുത്താൽ ഈ ഇത്രയും പാർട്ടിൽ ആക്ട് ചെയ്യുന്ന ടെൻഷൻ ഇങ്ങോട്ടും, ഇവനിലെ ഈ ഒരു പാർട്ടിൽ ആക്ട് ചെയ്യുന്ന ടെൻഷൻ ഇങ്ങോട്ടും ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം, ഇതിൽ ഏത് ടെൻഷൻ സോൾവ് ചെയ്യുന്നതാണ് എളുപ്പം? ഇവൻ്റെയിലാവുമ്പോൾ ഒറ്റ ടെൻഷനേ ഉള്ളൂ. ഈ ബ്ലോക്കിലാവുമ്പോൾ രണ്ട് ഫോഴ്സ് വരും. ഇവിടേക്ക് ഒരു എഫും വരും, ഇവിടേക്ക് ഒരു ടിയും വരും. അപ്പോൾ ഏത് സോൾവ് ചെയ്യുന്ന എളുപ്പം? മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, എന്താണ്? അൺനോൺ വേരിയബിൾസ് കുറച്ചുള്ളത് സോൾവ് ചെയ്യുന്നതാണ് എളുപ്പം. മറ്റേത് ചെയ്താൽ കിട്ടില്ല എന്നല്ല പറയുന്നത്, രണ്ടോ മൂന്നോ സ്റ്റെപ്സ് എക്സ്ട്രാ വരും. നമുക്ക് പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ആവശ്യം, അല്ലേ? നമ്മുടെ ലക്ഷ്യം അതല്ലേ? അപ്പോൾ ഇതിൽ ഏതാ ചെയ്യണത് എളുപ്പം? ഈ രണ്ടാമത്തവൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം ചെയ്യുന്നതാണ് നല്ലത്, ഈ അറ്റത്തുള്ളവൻ്റെ. ഇനി അല്ലെങ്കിൽ വെച്ച് വേറൊരു ഐഡിയ കൂടെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ചെയ്യാൻ വേറൊരു ഐഡിയയും കൂടെ പറഞ്ഞു തന്നു. എന്താണ്? ഫ്രീ എൻഡിലെ ഫ്രീ ബോർഡ് ഡയഗ്രാം വരയ്ക്കുക. ഫ്രീ എൻഡിലെ ഫ്രീ ബോർഡ് ഡയഗ്രാം, ഫ്രീ എൻഡിലെ ഫ്രീ ബോർഡ് ഡയഗ്രാം വരയ്ക്കുക. യെസ്, ഇവൻ്റെ ഫ്രീ ബോർഡ് ഡയഗ്രത്തിൽ ഇങ്ങോട്ടൊരു ടെൻഷൻ ടി ഉണ്ട് മക്കളെ. ഈ ലെങ്ത് വൈ ആണെങ്കിൽ ഈ ലെങ്ത് എൽ മൈനസ് വൈ അല്ലടാ, ആണോ അല്ലയോ? എൽ മൈനസ് വൈ ആണ്. ഇനി അങ്ങനെയാണെങ്കിൽ ഇതിലുള്ള മാസ് മക്കളെ, മിസ് ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് ചെയ്തെന്ന ക്വസ്റ്റ്യനിൽ മിഡ് പോയിന്റിലെ ടെൻഷൻ കണ്ടുപിടിക്കായിരുന്നു. യെസ്, ആൻസർ കിട്ടിയവരുണ്ട് അല്ലേ? 4 പറയുന്നുണ്ട്, 3 പറയുന്നവരുണ്ട്. 4, 3. യെസ്, ഈ 4ഉം 3ഉം അല്ലേ? അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഓക്കെ, പിന്നെ മക്കൾ ഇവിടെ ശ്രദ്ധിക്കടാ, നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനില്ലേ, അപ്പോഴേ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് ഇതിനൊരു ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു. ആ ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു? മിഡ് പോയിന്റ് ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് ഒറ്റയടിക്ക് ഇവിടെ മാസ് m/2 എന്ന് എഴുതാൻ പറ്റി. പക്ഷേ ഈ കേസിലോ മാസ് m/2 എന്ന് എഴുതാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ മാസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? മാസ് പെർ യൂണിറ്റ് ലെങ്ത് മെഷർ ചെയ്യും. മക്കളെ, ഇവിടെ എൽ ലെങ്ത് അല്ലടാ, ടോട്ടൽ ലെങ്ത്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ലെങ്ത്, ടോട്ടൽ മാസിനെ ടോട്ടൽ ലെങ്ത് വെച്ച് ഡിവൈഡ് ചെയ്താൽ m/l ചെയ്താൽ ഒരു യൂണിറ്റ് ലെങ്ത്തിലുള്ള മാസ് കിട്ടില്ല. ഒരു യൂണിറ്റ് ലെങ്ത്തിലുള്ള മാസ് എത്ര കിട്ടുക? m/l എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ l മൈനസ് വൈ ലെങ്ത് അല്ലേ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ മാസിനെ എങ്ങനെ എഴുതാം? m/l ഇൻറ്റു എൽ മൈനസ് വൈ എന്ന് എഴുതാം. m/l ഇൻറ്റു എൽ മൈനസ് വൈ, മാസ് പെർ യൂണിറ്റ് ലെങ്ത്. ഒരു യൂണിറ്റ് ലെങ്ത്തിലുള്ള മാസാണ് m/l. അപ്പോൾ എൽ മൈനസ് വൈ ലെങ്ത്തിലുള്ള മാസ് എത്രയായിരിക്കും? m/l ഇൻറ്റു എൽ മൈനസ് വൈ. കുഴപ്പമില്ലല്ലോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ടെൻഷൻ നെറ്റ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? നെറ്റ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. വാട്ട് ഇസ് എ നെറ്റ് ഫോഴ്സ്? ടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ടി ഈക്വൽ ടു മാസ്, ഇവിടുത്തെ മാസ് എത്രയാണ്? m/l ഇൻറ്റു എൽ മൈനസ് വൈ ഇൻറ്റു ആക്സിലറേഷൻ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചു, f/m. m ക്യാൻസൽ ആയാലും ടി ഈക്വൽ ടു f/l ഇൻറ്റു എൽ മൈനസ് വൈ എന്നാണ് വരുന്നത്. അതായത് ഏതാ ഓപ്ഷൻ ഏതാ മക്കളെ? ഓപ്ഷൻ 3 ആണ് കേട്ടോ. ഓപ്ഷൻ 3 ആണ് ആൻസർ. ഇനി ഓപ്ഷൻ 4 ഡിനോമിനേറ്റർ ശ്രദ്ധിച്ചില്ല. യെസ്, 3. ഓക്കെ, ഇനി ഓപ്ഷൻ 3 4 എന്ന് പറഞ്ഞവർക്ക് 4 എന്ന് ജസ്റ്റ് നമുക്ക് അങ്ങനെ തോന്നുകയാണ്, ഇത് 4 ആയിക്കൂടെ മിസ്? 4 പഠിച്ചത് ഓർമ്മയുണ്ട്, പക്ഷെ അത് 4 ആണെന്നാണ് തോന്നുന്നത്. അങ്ങനെയൊക്കെ തോന്നുന്നവർക്ക് നമ്മൾ ഡൈമെൻഷൻ മെത്തേഡ് ഉപയോഗിക്കുകയാണ്. നിങ്ങൾ യൂണിറ്റ്സ് ആൻഡ് ഡൈമെൻഷൻസ് പഠിച്ചവരല്ലേ? നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഡൈമെൻഷൻ മെത്തേഡ് ഒന്ന് ഉപയോഗിച്ച് നോക്കിക്കേ മക്കളെ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടെൻഷൻ അല്ലടാ, ടെൻഷൻ ഒരു ഫോഴ്സ് അല്ലേ? ആണോ അല്ലയോ? ടെൻഷൻ ഒരു ഫോഴ്സാണ്. അതായത് ഫോഴ്സിൻ്റെ അതേ ഡൈമെൻഷൻ ആയിരിക്കണം ടെൻഷന്. ഇവിടെ നിങ്ങൾ നോക്കുക, ഫോഴ്സ് ബൈ മാസ് ഇൻറ്റു ലെങ്ത് ബൈ മാസ് ചെയ്താൽ ലെങ്ത് മാസ്, ഇതും ഇൻറ്റു ഫോഴ്സ് ചെയ്താൽ ഒരിക്കലും ഫോഴ്സിൻ്റെ ഡൈമെൻഷൻ വരുമോ? ഇല്ല. പക്ഷെ ഇവിടെ നോക്ക് നിങ്ങൾ, ഫോഴ്സ് ഇൻറ്റു ലെങ്ത് ബൈ ലെങ്ത്തിൻ്റെ ഡൈമെൻഷൻ ബൈ ലെങ്ത്തിൻ്റെ ഡൈമെൻഷൻ ക്യാൻസൽ ആയാൽ ഫോഴ്സ് തന്നെ വരും ആൻസർ.
മനസ്സിലാവുണ്ടോ? നാലാമത്തെ ഒരിക്കലും വരില്ല കേട്ടോ. യെസ്, അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ തന്നെ. യെസ് അഭിനവ്, ബിഹൈൻഡ് മാസ് ഇൻറ്റു എഫ് ബൈ ടോട്ടൽ മാസ്. ബിഹൈൻഡ് മാസ് ഇൻറ്റു തന്നെ ഇവിടുത്തെ ടെൻഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ ഇവിടുത്തെ ഫ്രീ ബോർഡ് ഡയഗ്രാമാണ് സോൾവ് ചെയ്തത്. അതിൻ്റെ പരിപാടിയാണ് ആര് പറയുന്നത്? അഭിനവ് പറയുന്നത്. വിച്ച് ഈസ് ബിഹൈൻഡ് മാസ് ഇൻറ്റു എഫ് ബൈ ടോട്ടൽ മാസ്. എഫ് ബൈ ടോട്ടൽ മാസ്, ബിഹൈൻഡ് മാസ് ഇൻറ്റു എഫ് ബൈ ടോട്ടൽ മാസ്. പക്ഷെ ഇവിടെ ബിഹൈൻഡ് മാസ്, യെസ്, ഈ ബിഹൈൻഡ് മാസ് ഇൻറ്റു എഫ് ബൈ ടോട്ടൽ മാസ്. റെഡി? അഭിനവ് കറക്റ്റാണ്. യെസ്, ഓക്കെ അല്ലേടാ മക്കളെ? അടുത്ത ക്വസ്റ്റ്യനിക്ക് പോട്ടെ. റെഡി? യെസ്. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷേ ചെയിനായി മാറി. അതായത് നമ്മൾ ഇത്ര നേരം കൺസിഡർ ഒരു എന്താ കൺസിഡർ ചെയ്തത്? ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ എന്താ കൺസിഡർ ചെയ്തത്? സ്ട്രിങ് ആണ് കൺസിഡർ ചെയ്തത്. ഇവിടെ അത് മാറിയിട്ട് ആരായി? ചെയിനായി. ചെയിൻ്റെ മാസ് എം ആണ്, ലെങ്ത് എൽ ആണ്. ഈസ് ഹെൽഡ് വെർട്ടിക്കലായിട്ടാണ് നമ്മൾ ഹെൽഡ് ചെയ്യുന്നത്. ബൈ ഫിക്സിങ് ഇറ്റ്സ് അപ്പർ എൻഡ് ടു ദ റിജിഡ് സപ്പോർട്ട്, ദ ടെൻഷൻ ഇൻ ദ ചെയിൻ അറ്റ് എ ഡിസ്റ്റൻസ് y ഫ്രം ദ റിജിഡ് സപ്പോർട്ട് ഈസ് എന്നാണ് ചോദ്യം. മക്കളെ, ഇങ്ങനൊരു റിജിഡ് സപ്പോർട്ടിൽ നമ്മൾ സ്ട്രിങ്ങിനെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് വെർട്ടിക്കലായിട്ട്. ഈ സ്ട്രിങ്ങിന് മാസുള്ള സ്ട്രിങ് ആണ്. അപ്പോൾ ഓരോ പോയിന്റിലും ടെൻഷൻ എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. മാസ് എം ആണ്, ഈ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എൽ ആണ്. ദ ടെൻഷൻ അറ്റ് എ ഡിസ്റ്റൻസ് y ഫ്രം ദി റിജിഡ് സപ്പോർട്ട്. സി, റിജിഡ് സപ്പോർട്ടിൽ നിന്നും y ഡിസ്റ്റൻസ്, റിജിഡ് സപ്പോർട്ടിൽ നിന്നും y ഡിസ്റ്റൻസ് ഇപ്പുറത്തുള്ള ടെൻഷൻ കണ്ടുപിടിക്കണം. മക്കളെ, ഇത് y ആണെങ്കിൽ ഇത് L മൈനസ് y അല്ലടാ. y ആണെങ്കിൽ അത് L മൈനസ് y ആണ്. മക്കൾ ഇതൊന്ന് സോൾവ് ചെയ്തേ നോക്കട്ടെ. y എൻ്റെ കൂടെ സോൾവ് ചെയ്തോ. ഇത് L മൈനസ് y ആണ്. അപ്പോൾ ഇവിടുത്തെ ടെൻഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുക? ആദ്യം ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. ആക്സിലറേഷൻ എത്രയായിരിക്കുന്നു? ഒന്ന് കമൻറ്റ് ചെയ്യാവോ നിങ്ങൾക്ക്? ആക്സിലറേഷൻ എത്രയായിരിക്കുന്നു? ഇതിൻ്റെ ആക്സിലറേഷൻ, ഈ ഒരു റിജിഡ് സപ്പോർട്ടിൻ്റെ ആക്സിലറേഷൻ എത്രയായിരിക്കുന്നു? ഒന്ന് കമൻറ്റ് ചെയ്യാവോ? യെസ് യെസ് സിദ്ധാർത്ഥ്, വെരി ഗുഡ്. സിദ്ധാർത്ഥ് ആൻസർ തന്നെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. യെസ്, ആക്സിലറേഷൻ എങ്ങനെയാണ് വരിക? ഇത് റിജിഡ് സപ്പോർട്ട് അല്ലേ? റിജിഡ് സപ്പോർട്ടിൽ ഫിക്സ് ചെയ്ത് കിടക്കുന്ന ഒരു സാധനത്തിന് ആക്സിലറേഷൻ ഉണ്ടാവില്ലല്ലോ. ആക്സിലറേഷൻ എന്ത് വരും? 0 വരും അല്ലേ? അപ്പോൾ ആദ്യം നമ്മൾ ആക്സിലറേഷൻ കണ്ടുപിടിച്ചു. ആക്സിലറേഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്കിതാ കണ്ടുപിടിക്കേണ്ട പോയിന്റിൽ വെച്ച് ഡിവൈഡ് ആക്കി. നമ്മളിതാ കണ്ടുപിടിക്കേണ്ട പോയിന്റിൽ വെച്ച് ഡിവൈഡ് ആക്കിയപ്പോൾ നമുക്ക് 2 മാസ് കിട്ടി. ഇതിൽ ഏത് സോൾവ് ചെയ്യണത് എളുപ്പം? ഫ്രീ എൻഡ് സോൾവ് ചെയ്യണതാണ് എളുപ്പം. അതായത് താഴത്തെയാണ് ഫ്രീ എൻഡ്, അത് സോൾവ് ചെയ്യണതാണ് എളുപ്പം. ഇവൻ്റെ ലെങ്ത് L മൈനസ് വൈ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവൻ്റെ മാസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? മാസ് പെർ യൂണിറ്റ് ലെങ്ത് ഇൻറ്റു L മൈനസ് വൈ, വിച്ച് ഈസ് M/L ഇൻറ്റു L മൈനസ് വൈ ആയിരിക്കും. ആണോ അല്ലയോ? അപ്പോൾ താഴോട്ട് ഇവൻ്റെ വെയിറ്റ് ഇല്ലേ മക്കളെ? M/L ഇൻറ്റു L മൈനസ് വൈ ഇൻറ്റു G. മുകളിലോട്ട് ആരുണ്ട്? ടെൻഷൻ ഉണ്ട്. മക്കളെ, ഇതിൻ്റെ ആക്സിലറേഷൻ 0 ആണെങ്കിൽ നെറ്റ് ഫോഴ്സ് എത്ര വരണം? 0 വരണം. നെറ്റ് ഫോഴ്സ് 0 വരിക എന്ന് പറഞ്ഞാൽ മുകളിലോട്ടുള്ള ഫോഴ്സ് തന്നെയായിരിക്കണം താഴോട്ട്. അപ്പോൾ മുകളിലോട്ട് ആരാളുള്ളത്? ടി. താഴോട്ട് ആരാളുള്ളത്? M/L ഇൻറ്റു L മൈനസ് വൈ ഇൻറ്റു G. M/L ഇൻറ്റു L മൈനസ് വൈ ഇൻറ്റു G ഇത് വരും. കറക്റ്റ് ആണോ അല്ലയോ? ഫ്രീ എൻഡിൻ്റെ സോൾവ് ചെയ്യണതാണ് എളുപ്പം. കറക്റ്റ് അല്ലേ? ഓപ്ഷൻ 2. വെരി ഗുഡ് മിഥുൻ, വെരി ഗുഡ്. യെസ്, എന്നാൽ അടുത്തേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ. A force produces an acceleration of 4 meter per second square in a body of mass m1 kg, and the same force produces an acceleration of 6 meter per second square in another body of mass m2. If the same force is applied to m1 plus m2, then the acceleration will be എന്നാണ് ചോദ്യം. അതായത് കൂടെ ചെയ്തോളോട്ടോ മക്കളെ. യെസ്, m1 എന്നുള്ളൊരു ബോഡിയിൽ നമ്മളൊരു ഫോഴ്സ് കൊടുക്കുകയാണ്. ഫോഴ്സ് കൊടുത്തപ്പോൾ അവിടെ ഉണ്ടായ ആക്സിലറേഷൻ 4 meter per second square ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എഫ് എസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? എഫ് എസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് എഫ് എസ് ഈക്വൽ ടു m1 ഇൻറ്റു എ എന്ന് എഴുതാം. അതായത് m1 ഈക്വൽ ടു എന്ത് വരും ഇവിടെ? എഫ് ബൈ എ, അതായത് എഫ് ബൈ 4 എന്ന് വരും. ഇനി രണ്ടാമത്തെ കേസിൽ നമ്മൾ സെയിം ഫോഴ്സ് തന്നെ വേറൊരു ബോഡിയിലേക്ക് കൊടുക്കുകയാണ്, വിച്ച് ഈസ് m2 മാസ് ആണ്. ഇതിലേക്ക് നമ്മൾ സെയിം ഫോഴ്സ് തന്നെ കൊടുക്കുകയാണ്. അപ്പം ഉണ്ടായ ആക്സിലറേഷൻ എന്ന് പറയുന്നത് 6 ആണെങ്കിൽ ഇവിടുത്തെ നമുക്ക് m2 എങ്ങനെ എഴുതാം? m2 ഈക്വൽ ടു എഫ് ബൈ 6 എന്ന് എഴുതാം. ഇനി നമ്മൾ ഈ 2 മാസിനെയും കൂടെ കമ്പൈൻ ചെയ്യണം. കമ്പൈൻ ചെയ്തിട്ടുള്ള ആക്സിലറേഷൻ ആണ് അവരെ ചോദ്യം. കറക്റ്റ് ആണോ അല്ലയോ? കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ സെയിം ഫോഴ്സും തന്നെയാണ് കൊടുക്കുന്നത്. m1 പ്ലസ് m2 നമ്മൾ സെയിം ഫോഴ്സ് ആണ് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി ആക്സിലറേഷൻ എന്നാണ് ചോദ്യം. മക്കളെ, ഇവിടുത്തെ ആക്സിലറേഷൻ എന്തായിരിക്കും ഇവിടെ? എഫ് ബൈ m1 പ്ലസ് m2 ആയിരിക്കും. കറക്റ്റ് ആണോ അല്ലയോ? അപ്പോൾ നമുക്ക് m1 പ്ലസ് m2 എങ്ങനെ എഴുതാം? m1 പ്ലസ് m2 ഈക്വൽ ടു എഫ് ബൈ എ എന്ന് എഴുതാം. കറക്റ്റ് ആണോ മിസ് എഴുതിയത്? യെസ്, m1 പ്ലസ് m2 ഈക്വൽ ടു എഫ് ബൈ എ. മക്കളെ, m1ൻ്റെ അവിടെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? അതാ m1ൻ്റെ അവിടെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? എഫ് ബൈ 4 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. m2ൻ്റെ അവിടെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? എഫ് ബൈ 6 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എഫ് ബൈ 6 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ബൈ എ. മക്കളെ, എഫ് ക്യാൻസൽ ആയില്ലടാ? ക്യാൻസൽ ആയി അല്ലേ? ദാറ്റ് ഈസ് ഇതെന്ന് എന്താണ്? എൽ സി എം എടുത്തത് വരും 6 + 4 10 ബൈ 4 × 6 ഈക്വൽ ടു 1 ബൈ എ. അങ്ങനെ എനിക്ക് എ എന്താ മക്കളെ? 4 × 6
by 10 which is 24 by 10 എത്ര വരും 2.4 meter per second square എന്ന് വരും 2.4 meter per second square എന്ന് വരും ഏതാ ഓപ്ഷൻ വരിക അപ്പോൾ ഓപ്ഷൻ നമ്പർ വെരി ഗുഡ് ശ്രീലത വെരി ഗുഡ് മിഥുൻ വെരി ഗുഡ് യെസ് ഗിരി വെരി ഗുഡ് സിദ്ധാർത്ഥ് യെസ് 2.4 മിഥുൻ വെരി ഗുഡ് 2.4 meter per second square എന്ന് വരും ഓക്കെ അല്ലേ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ യെസ് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം അടുത്ത ക്വസ്റ്റ്യൻ എന്താ എ റോപ്പ് ഓഫ് ലെങ്ത് 8 meter ആൻഡ് ലീനിയർ ഡെൻസിറ്റി മക്കളെ ലീനിയർ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താടാ മാസ് പെർ യൂണിറ്റ് ലെങ്ത് അല്ലേ മാസ് പെർ യൂണിറ്റ് ലെങ്ത് എത്ര തന്നിട്ടുണ്ട് 0.5 kg/meter ഈസ് ലൈയിങ് ലെങ്ത് വൈസ് ഓൺ എ ഹൊറിസോണ്ടൽ സ്മൂത്ത് ഫ്ലോർ ഇഫ് ഇറ്റ് ഈസ് പുൾഡ് ബൈ എ ഫോഴ്സ് ഓഫ് 12 Newton ദ ടെൻഷൻ ഓൺ ദ മിഡ് പോയിന്റ് വുഡ് ബി യെസ് അതായത് ഒരു ഹൊറിസോണ്ടൽ സ്മൂത്ത് ഫ്ലോറിൽ ഒരു 8 meter ലെങ്ത്തിൽ ലീനിയർ മാസ് ഡെൻസിറ്റിന്റെ മിസ് ലാംഡ എന്ന് എടുക്കുന്നേ ലാംഡ 0.5 kg/meter ഉള്ള ഒരു റോപ്പ് കിടക്കുന്നുണ്ട് അതിലേക്ക് നമ്മളൊരു ഫോഴ്സ് കൊടുക്കുകയാണ് എത്ര നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് 12 Newton ആണ് ടെൻഷൻ അറ്റ് ദ മിഡ് പോയിന്റ് ആണ് ചോദ്യം ടെൻഷൻ അറ്റ് ദ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ ആക്സിലറേഷൻ കിട്ടണം ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ മാസ് ആണ് മാസ് കിട്ടണം മക്കളെ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലടാ ലാംഡ 0.5 kg/meter എന്ന് പറഞ്ഞാൽ ഒരു മീറ്ററിൽ എത്ര മാസ് ഉണ്ട് 0.5 kg ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ലാംഡ മാസ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറഞ്ഞാൽ m/l അല്ലടാ ഇതല്ലേ 0.5 എന്ന് തന്നിരിക്കുന്നത് 0.5 = m/. ലെങ്ത് എത്രയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലോ 8 അല്ലേ അപ്പോൾ m = നമുക്ക് എന്ത് വരും 0.5 × 8 എന്ന് വരും വിച്ച് ഈസ് 0.5 × 8 എത്ര മക്കളെ 4 എന്ന് വരും 4 kg ആണ് മാസ് ഇനി അപ്പോൾ ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ ഒറ്റയടിക്ക് F/m എഫ് എത്ര മക്കളെ 12/4 എത്ര വരും 3 meter per second square എന്ന് വരും 3 meter per second square ആക്സിലറേഷൻ 3 meter per second square എന്ന് കിട്ടിയാൽ അടുത്ത സ്റ്റെപ്പ് എന്താ അടുത്ത സ്റ്റെപ്പ് നമ്മൾ മിഡ് പോയിന്റിലെ ടെൻഷനാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഇവിടെ മിഡ് പോയിന്റ് ഡിവൈഡ് ചെയ്താൽ 4 കിലോന്റെ 4 കിലോന്റെ പകുതി എന്ന് പറയുന്നത് ഇവിടെയും 2 kg വരും ഇവിടെയും 2 kg വരും ഏത് ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുന്ന എളുപ്പം ഇവന്റെ അപ്പോൾ ഈ ഫ്രീ എൻഡിലെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഈ 2 kg ടെൻഷൻ അങ്ങോട്ടുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം T = 2 × മാസ് × ആക്സിലറേഷൻ എഴുതാം മാസ് 2 ആണ് ആക്സിലറേഷൻ 3 ആണ് സോ 2 × 3 എത്ര വരും 6 Newton വരും എത്ര പേർക്ക് കിട്ടി യെസ് മിഥുൻ സിദ്ധാർത്ഥ് ശ്രീലത എല്ലാവരും കിട്ടുന്നുണ്ട് അല്ലേ 6 Newton വരും യെസ് സോ ഓപ്ഷൻ ഏതാ വരുന്ന ഓപ്ഷൻ നമ്പർ 3 വരും യെസ് let's move on to the next question which is a machine gun is mounted on a 200 kg vehicle on a horizontal smooth road friction illa ennu parayunnunde the gun fires 10 bullets per second with a velocity of 500 meter per second if the mass of each bullet be 10 gram what is the acceleration produced in the vehicle adayithu oru machine gun KGF okkulla machine gun ille kaidi സിനിമയിലൊക്കെയുള്ള മെഷീൻ ഗൺ ഉണ്ട് അതിൻ്റെ അത് നമ്മളൊരു വെഹിക്കിളിൽ മൗണ്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ആ വെഹിക്കിളിൻ്റെ മാസ് തന്നിട്ടുണ്ട് 200 kg ആണ് ഓൺ എ ഹൊറിസോണ്ടൽ സ്മൂത്ത് റോഡ് ദ ഗൺ എന്ത് ചെയ്യുന്നുണ്ട് ഫയർ ചെയ്യുന്നുണ്ട് ബുള്ളറ്റ് ഒരു സെക്കൻഡിൽ എത്ര ബുള്ളറ്റാണ് ഫയർ ചെയ്യുന്നത് 10 bullets ആണ് ഫയർ ചെയ്യുന്നത് വിത്ത് എ വെലോസിറ്റി ഓഫ് 500 meter per second ഇഫ് മാസ് ഓഫ് ഈച്ച് ബുള്ളറ്റ് ബി 10 gram വാട്ട് ഈസ് ദ ആക്സിലറേഷൻ പ്രൊഡ്യൂസ്ഡ് മക്കളെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആടാ F = dp/dt അല്ലടാ dp/dt എഫിനാണ് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ma അതായത് മാസ് ഓഫ് ദ വെഹിക്കിൾ ഇൻറ്റു ആക്സിലറേഷൻ ഓഫ് ദ വെഹിക്കിൾ മാസ് ഓഫ് ദ വെഹിക്കിൾ ഇൻറ്റു ആക്സിലറേഷൻ ഓഫ് ദ വെഹിക്കിൾ വിച്ച് ഇസ് ഈക്വൽ ടു d/dt ഓഫ് ബുള്ളറ്റ് അല്ലേ ബുള്ളറ്റ്സ് നമുക്ക് എങ്ങനെ എഴുതാം mv എന്ന് എഴുതാം പക്ഷെ ഇങ്ങനെ എഴുതിയാൽ എന്താ പ്രശ്നം ഇങ്ങനെ എഴുതിയാൽ ഒരു ബുള്ളറ്റിന്റെ ചേഞ്ച് ഇൻ മൊമെന്റം അല്ലേ എടുക്കുന്നത് പക്ഷെ ഒരു സെക്കൻഡിൽ എത്ര ബുള്ളറ്റ്സ് ഉണ്ടാവുന്നതാണ് പറയാം 10 bullets ഫയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ nmv എന്ന് എഴുതണ്ടടാ ഇവിടെ ആരുടെയാണ് ചേഞ്ച് ഇൻ മൊമെന്റ് ഉണ്ടാക്കുന്നത് ബുള്ളറ്റിന്റെ മാസിനാണ് അല്ലേ ആണോ അല്ലയോ യെസ് അപ്പോൾ നമുക്ക് ma = ബുള്ളറ്റിന്റെ മാസ് കോൺസ്റ്റന്റ് ആണ് പുറത്തേക്ക് എടുക്കാം ബുള്ളറ്റിന്റെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ് പുറത്തേക്ക് എടുക്കാം ഇൻറ്റു dn/dt എല്ലാം തന്നിട്ടുണ്ട് മാസ് എത്ര തന്നിരിക്കുന്ന മെഷീൻ ഗണ്ണിന്റെ മാസ് 200 kg 10 bullets per second എന്ന് പറഞ്ഞാൽ 10 bullets per second എന്ന് പറഞ്ഞാൽ dn/dt അല്ലടാ 10 തന്നിരിക്കുന്നത് വെലോസിറ്റി എത്ര തന്നിട്ടുണ്ട് 500 meter per second 500 meter per second തന്നിട്ടുണ്ട് ബുള്ളറ്റിന്റെ മാസ് ഓഫ് ബുള്ളറ്റ് എത്ര തന്നിട്ടുണ്ട് 10 gram അപ്പോൾ 10 × 10⁻³ എന്ന് എഴുതാം 10 gram അല്ലെങ്കിൽ ഡിവൈഡഡ് ബൈ 1000 എന്നിടാം ഡിവൈഡഡ് ബൈ 1000 പിന്നെന്താ വന്നിട്ടുള്ളത് ആക്സിലറേഷൻ അത്രയും സാധനങ്ങളൊന്നും എല്ലാം ആയില്ലേ ചെയ്തൂടെ യെസ് ചെയ്ത് നോക്കട്ടെ
200 into acceleration നമുക്ക് കണ്ടുപിടിക്കണം, which is equal to mass of the bullet 10/1000 into velocity 500 meter per second into dn/dt 10. So ഇതും ക്യാൻസൽ ആവും അല്ലേ? ഇതും ക്യാൻസൽ ആവില്ലേ? അപ്പോൾ ആക്സിലറേഷൻ എന്ത് വരും? ആക്സിലറേഷൻ ഈക്വൽ ടു 5/20 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് വരും. കറക്റ്റ് അല്ലേ? അതായത് 5/20 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് വരും. അങ്ങനത്തെ ഒരു ആൻസർ ഇല്ല, പക്ഷേ ദേ ഹാവ് ഗിവൺ ഇൻ സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ആണോ അല്ലയോ? അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിലേക്ക് മാറ്റാം. അതായത് 5/20 ഇൻറ്റു സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിൽ മാറ്റാൻ എന്ത് ചെയ്താൽ മതി? മീറ്ററിനെ സെൻറ്റിമീറ്ററിലാക്കാൻ എന്ത് ചെയ്താൽ മതി? 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? 100 ഇൻറ്റു 100 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ 0 ക്യാൻസലായി. 550/2 which is 25 centimeter per second square. 25 centimeter per second square. Very good, very good. മിഥുൻ 1.25 ആണല്ലോ പറയുന്നത്. ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. യെസ്, മിഥുൻ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. റെഡി. അപ്പോൾ 25 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് വരും. 25 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓപ്ഷൻ ഏതാ മക്കളെ? ഓപ്ഷൻ 1. യെസ്. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 80 റെയിൽവേ വാഗൺസ്, അതായത് ചരക്ക് വണ്ടികളാണ് കേട്ടോ. ചരക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്ന വണ്ടി കണ്ടിട്ടില്ലേ നിങ്ങൾ ട്രെയിനിൻ്റെ? യെസ്. So all of same mass 5 into 10 raised to 3 kg are pulled by an engine with a force of 4 into 10 raised to 5 Newton. The tension in the coupling between 30th and 31st wagon will be. അതായത് ദാ ഇങ്ങനെ കുറേ വാഗൺ, നമ്മൾ എത്ര പുള്ളിങ് ഫോഴ്സാണ് കൊടുക്കുന്നത്? ഇത് ഫസ്റ്റത്തെ എടുത്തു, ഇത് സെക്കൻഡ് ആയിട്ട് എടുത്തു, ഇങ്ങനെ കുറേ വാഗൺ. ഇത് 30, ഇത് 31, ഇത് കഴിഞ്ഞിട്ടും ഉണ്ട്. അവസാനത്തെയാണ് ആര്? 80, 80ാമത്തെ വാഗൺ. ഇങ്ങനെ 80 റെയിൽവേ വാഗൺസ് ഉണ്ട്. ഇതിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? പുള്ള് ചെയ്യുന്ന ഫോഴ്സ് തന്നിട്ടുണ്ട്, വിച്ച് ഈസ് 4 into 10 raised to 5 Newton. 4 into 10 raised to 5 Newton. ദ ടെൻഷൻ ഇൻ ദ കപ്പിൾ, ഓരോന്നിൻ്റെയും മാസ് തന്നിട്ടുണ്ട് അല്ലേ? എല്ലാ വാഗണിൻ്റെയും മാസ് എന്ന് പറയുന്നത് 5 into 10 raised to 3 ആണ്. എത്ര വാഗൺസ് ഉണ്ട്? നമ്പർ ഓഫ് വാഗൺസ് എത്രയാണ്? 80 ആണ്. ദ ടെൻഷൻ ഇൻ ദ കപ്ലിംഗ് ബിറ്റ്വീൻ 30th and 31st. സി, ഇവിടുത്തെ ടെൻഷൻ കണ്ടുപിടിക്കണം. വന്ന ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. LHS ടാ മക്കളെ, കഴിഞ്ഞ ക്വസ്റ്റ്യൻ ആണ് അല്ലേ മിഥുൻ? ടാ മക്കളെ, LHS ബുള്ളറ്റിൻ്റെ മാസ് നമ്മൾ കൺസിഡർ ചെയ്യണ്ടല്ലോ. കാരണം നമ്മൾ ആരുടെ ആക്സിലറേഷനാണ് കണ്ടുപിടിക്കുന്നത്? വെഹിക്കിളിൻ്റെ ആക്സിലറേഷനാണ് കണ്ടുപിടിക്കുന്നത്. സോ മാസ് ഓഫ് ദ വെഹിക്കിൾ മാത്രം കൺസിഡർ ചെയ്താൽ മതി. മാസ് ഓഫ് ദ വെഹിക്കിൾ ഇൻറ്റു ആക്സിലറേഷൻ ഓഫ് ദ വെഹിക്കിൾ. കാരണം ആ നെറ്റ് ഫോഴ്സ് ഓൺ ദ ബോഡി, ബോഡിയിൽ ആക്ട് ചെയ്ത നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് മാസ് ഓഫ് ദ വെഹിക്കിൾ ഇൻറ്റു ആ വെഹിക്കിളിൻ്റെ മാസാണ് നോക്കേണ്ടത്. ബുള്ളറ്റിൻ്റെ മാസ് നമ്മൾ നോക്കണ്ട കേട്ടോ. യെസ്, ഓപ്ഷൻ കിട്ടി. വെരി ഗുഡ്, വെരി ഗുഡ്. സോ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? ടെൻഷൻ ദാ ഇവിടുത്തെ ടെൻഷൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ആദ്യം ആക്സിലറേഷൻ കണ്ടുപിടിക്കാം. ആക്സിലറേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ ഫോഴ്സ് ബൈ നെറ്റ് ഫോഴ്സ് ബൈ ടോട്ടൽ മാസ്, വിച്ച് ഇസ് നെറ്റ് ഫോഴ്സ് 4 into 10 raised to 5 ബൈ ടോട്ടൽ മാസ് എത്ര മക്കളെ? 80 into 5 into 10 raised to 3. കറക്റ്റ് അല്ലേ? 80 into 5 into 10 raised to 3 എന്ന് എടുക്കണം. കാരണം എന്താ? ഒരു വാഗൺ ആണെങ്കിലാണ് 5 into 10 raised to 3 എടുക്കേണ്ടത്. നമ്മൾ ടോട്ടൽ മാസ് എടുക്കുമ്പോൾ 80 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇത് 8 10 raised to 4 10 40 എന്ന് വരും. ദാറ്റ് ഈസ് ആക്സിലറേഷൻ 1 meter per second square എന്ന് വരും. ആക്സിലറേഷൻ 1 meter per second square എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഈ 30 to 31st എടുക്കാൻ ഞാൻ പറഞ്ഞിരുന്നു ഫ്രീ എൻഡിൽ എടുത്താൽ മതി. മക്കളെ 31 മുതൽ 80 വരെ എത്ര വാഗൺ ഉണ്ടാവും? 30 വാഗൺസ് ഉണ്ടാവും. കറക്റ്റ് ആണോ അല്ലയോ? 30 വാഗൺസ് ഉണ്ടാവും. അപ്പോൾ ഇവരുടെ ടി ഈക്വൽ ടു, ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് ടി ഈക്വൽ ടു ഈ ടോട്ടൽ മാസ്, ദാറ്റ് ഈസ് 80 into m, സോറി 80 അല്ല, എത്ര മാസ് വരുന്നത്? 30 into m into a എന്ന് എഴുതാം. 30 into m into a. 30 into which is m എത്ര മക്കളെ? m 4 into 10 5 into 10 raised to 3 into acceleration 1. എത്ര വരും? 30 into 5 which is 30 into m into a എന്നല്ലേ വരിക? യെസ്, 30 into m into a. 31st to 80 വരെ എത്ര വാഗൺസ് ഉണ്ട്? which is 50 wagons അല്ലേ? 50 wagons which is 50 into 5 into a, that is 250 into 10 raised to 3 which is 25 into 10 raised to 4 Newton എന്ന് വരും. 25 into 10 raised to 4 Newton. യെസ്,
number of wagons behind 30 into mass into total mass into force by total Abhinav total B എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ടോട്ടൽ ബി അല്ലല്ലോ. നമ്പർ ഓഫ് വാഗൺസ് ബിഹൈൻഡ് 30 ഇൻറ്റു മാസ് ഇൻറ്റു ഫോഴ്സ് ബൈ ടോട്ടൽ ബി. ടോട്ടൽ മാസ് ആണോ ഉദ്ദേശിച്ചത്? ഓക്കെ ടോട്ടൽ മാസാ. ഓക്കെ റെഡി? യെസ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? A dish of mass 10 gram is kept floating horizontally in the air by firing bullets each of mass 5 gram with the same velocity. If 10 bullets are fired per second and the bullets rebound with the same velocity, then the velocity of each bullet is nane. Each other alla makkale bullet aane. Each bullet is. അതായത് ഒരു ഡിഷ്, ആ ഡിഷിൻ്റെ മാസ് എത്ര? ഡിഷ് അല്ല, ഡിസ്ക് ആണ്. ഡിസ്ക്. Yes. A disk of mass 10 gram is kept floating horizontally in the air. അതായത് ഒരു ഡിസ്ക് ഇങ്ങനെ നിൽക്കുക, ഫ്ലോട്ടിങ് ഇൻ ദ എയർ. അതെങ്ങനെ നിൽക്കുക? എന്തായാലും ഇങ്ങനെ ഞാനൊരു ഈ പേരനെ വെച്ചത് ഇവിടെ നിൽക്കുമോ? ഇല്ല. ഈ പേരെന്തായാലും എന്ത് ചെയ്യും? താഴോട്ട് വരും. പക്ഷെ ഇതിനെ ആരെ അങ്ങനെ നിർത്തുന്നേ? ഒരു ബുള്ളറ്റ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ നിന്ന് ഇങ്ങനെ ഫയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു അപ്ത്രസ്റ്റ് വഴി ഇതിങ്ങനെ നിൽക്കുകയാണ്, താഴോട്ട് വരാണ്ട് ഇതിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കണം. അതാണ് കണ്ടീഷൻ. യെസ്. അങ്ങനെയാണെങ്കിൽ ഡിസ്കിൻ്റെ മാസ് തന്നിട്ടുണ്ട്, വിച്ച് ഈസ് 5 gram. ഫയറിംഗ് ബുള്ളറ്റ്സ് ഈച്ച് ഓഫ് മാസ്. നമ്മൾ ഇവിടെ നിന്ന് ബുള്ളറ്റ് ഫയർ ചെയ്യാണ്. ബുള്ളറ്റിൻ്റെ മാസ് വന്നിട്ടുണ്ട്, വിച്ച് ഈസ് 5 gram. വിത്ത് ദ സെയിം വെലോസിറ്റി. അതായത് എല്ലാവർക്കും ഒരേ വെലോസിറ്റിയാണ് നമ്മൾ കൊടുക്കുന്നത്. ഒരു സെക്കൻഡിൽ 10 ബുള്ളറ്റ്സ് ഫയർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ dN/dt ആണ് അവർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്, വിച്ച് ഈസ് 10. ആൻഡ് ദ ബുള്ളറ്റ്സ് റീബൗണ്ട് വിത്ത് ദ സെയിം വെലോസിറ്റി. സി, ബുള്ളറ്റ് സെയിം വെലോസിറ്റിയിൽ തന്നെ റീബൗണ്ട് ചെയ്യാണ്. അതായത് v വെലോസിറ്റിയിലാണ് പോകുന്നതെങ്കിൽ അത് തിരിച്ചു വരുന്നത് എത്ര വെലോസിറ്റി തന്നെയാണ്? v വെലോസിറ്റി തന്നെയാണ്. ദെൻ ദ വെലോസിറ്റി ഓഫ് ഈച്ച് ബുള്ളറ്റ് ഈസ്, ഈ v ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലോ. നിങ്ങൾ വർക്കൗട്ട് ചെയ്തേ നോക്കട്ടെ. നമുക്കറിയാം എഫ് എസ് ഈക്വൽ ടു എന്തിന് ഈക്വൽ ആണ്? dp/dt ഈക്വൽ ആണ്. പക്ഷെ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾ, ഇത് ഫ്ലോട്ട് ചെയ്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ആ ചേഞ്ച് ഇൻ മൊമെൻറ്റം ആരെയാണ് ശരിക്കും താങ്ങി നിർത്തുന്നത്? mg അല്ലേ താങ്ങി നിർത്തുന്നത്? അതായത് ഈ ഡിസ്കിൻ്റെ വെയിറ്റിനെയാണ് താങ്ങി നിർത്തുന്നത്. അപ്പോൾ നമുക്ക് mg ഈക്വൽ ടു, mg എന്ന് പറയുമ്പോൾ മാസ് ഓഫ് ദ ഡിസ്ക് കേട്ടോ, md എന്ന് എടുക്കാം നമുക്ക്, ഇൻറ്റു g വിച്ച് ഇസ് ഈക്വൽ ടു d/dt ഓഫ് മൊമെന്റം mv എന്ന് എഴുതിയാൽ മതിയോ? പറ്റില്ല. കാരണം ഇവിടെ n ബുള്ളറ്റ്സ് ഉണ്ട്. ഒരു ബുള്ളറ്റ് ആയിരുന്നെങ്കിൽ നമുക്ക് mv എന്ന് എഴുതായിരുന്നു. പക്ഷെ ഇവിടെ n ബുള്ളറ്റ്സ് ഉണ്ട്. nmv എന്ന് എഴുതിയിട്ടും പറ്റില്ല, എന്നും കൂടെ ചെയ്യണം. ഇവിടെ റീബൗണ്ട് ചെയ്യുന്നുണ്ടേ, മേളിൽ പോകുന്ന അതേ വെലോസിറ്റി തിരിച്ചു വരികയാണ്. ഇവിടെ നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റും അല്ലടാ എടുക്കേണ്ടത്, ആണോ അല്ലയോ? അപ്പോൾ നമുക്ക് v മുകളിലോട്ട് പിന്നെ താഴേക്ക് vയും വരുമ്പോൾ എങ്ങനെ നമ്മൾ എഴുതണം? v മൈനസ് v എന്ന് എഴുതണം. അതായത് v പ്ലസ് v ആവും, വിച്ച് ഈസ് 2v. ആണോ അല്ലയോ? യെസ്. മാസ് ഓഫ് ഡിസ്ക് 10 gram ആണ് കേട്ടോ, 10 gram ആണ്. യെസ്, ഇത് ബുള്ളറ്റിൻ്റെ മാസ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, യെസ്. അപ്പോൾ 10 × 10 / ഗ്രാമിനെ നമുക്ക് 1000ലേക്ക് മാറ്റാം അല്ലെ, കിലോഗ്രാമിലേക്ക് മാറ്റാം. ജിയുടെ വാല്യൂ 10 ആണ്. v മൈനസ് v എന്ന് പറയുമ്പോൾ എത്ര വരൂടാ? 2v വരില്ലടാ. dN/dt × m × 2v. അപ്പോൾ നമുക്ക് 10/1000 × 10 ഈക്വൽ ടു dN/dt എത്ര മക്കളെ? 10. മാസ് ഓഫ് ബുള്ളറ്റ് എത്രയാണ്? 5/1000 × 2 × v. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസർ കിട്ടും. എത്ര മക്കളെ ആൻസർ വരുന്നത്? ചെയ്ത് നോക്കട്ടെ. ഇതെല്ലാം വെട്ടി പോവില്ലേ? 1000 0 0 10 10. അപ്പോൾ v എത്രയാണ് വരുന്നത്? വന്നോ നിങ്ങൾക്ക് ആൻസർ? യെസ്. ഇവിടെ ഇവിടുത്തെ കാര്യം നിങ്ങൾ പറയുന്നത് അല്ലേ? ഓക്കെ. ആൻസർ നമുക്ക് 1 m/s എന്നാണ് കിട്ടിയത്, പക്ഷെ ഓപ്ഷൻ ഇല്ല. എന്ത് ചെയ്യണം? എങ്ങനെയാണ് v + v വരുന്നത്? മനസ്സിലായിട്ടില്ല രോഹിത്തിന്. v + v എങ്ങനെ വരുന്നുണ്ടാ മക്കളെ? ക്വസ്റ്റ്യനിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ടാ നോക്കടാ. ഈ ക്വസ്റ്റ്യനിൽ റീബൗണ്ട് വിത്ത് സെയിം വെലോസിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നുണ്ടോ? റീബൗണ്ട് വിത്ത് സെയിം വെലോസിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നുണ്ടോ? എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ഈ ബുള്ളറ്റ് v വെലോസിറ്റിയിൽ പോയിട്ട് ഇടിച്ചിട്ട് അവിടെ സ്ട്രൈക്ക് ചെയ്ത് നിൽക്കുകയല്ല ഡിസ്കിൽ, അവൻ തിരിച്ചു വരുന്നുണ്ട്. നമ്മൾ എഫ് എസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം അല്ലേ? അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എടുക്കുക പറഞ്ഞാൽ ഫൈനൽ മൊമെൻറ്റം മൈനസ് ഇനീഷ്യൽ മൊമെൻറ്റം അല്ലേ? അപ്പോൾ നമുക്ക് എഫ് എസ് ഈക്വൽ ടു d/dt ഓഫ് എന്താ എഴുതേണ്ടി വരും? ചേഞ്ച് ഇൻ മൊമെൻറ്റം എടുക്കണത്. അപ്പോൾ മേളിലോട്ട് പോകുമ്പോൾ v ആണെങ്കിൽ താഴോട്ട് വരുമ്പോൾ -v അല്ലേ? വെലോസിറ്റി വെക്ടർ അല്ലേ? അപ്പോൾ നമ്മൾ v
minus v എന്ന് എടുക്കണം, which is 2v. Yes, yes. Yes, G യുടെ വാല്യൂ 9.8 എടുക്കാം. സെന്റിമീറ്റർ, വെരി ഗുഡ് വെരി ഗുഡ്. മീറ്റർ പെർ സെക്കൻഡിലാണ് നമുക്ക് 1 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടിയത്. ഇതിനെ സെന്റിമീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് 100 സെന്റിമീറ്റർ പെർ സെക്കൻഡ് എന്നാണ് കിട്ടുക. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താ, ജീനെ നമ്മൾ എങ്ങനെ എടുത്തിരിക്കുന്നത്, 10 ആയിട്ട് എടുത്തിരിക്കുന്നത്. പക്ഷേ ഓപ്ഷൻസിൽ 100ന്റെ അടുത്ത് വരുന്നത് ജീനെ എന്തായിട്ട് എടുക്കണം, 9.8 ആയിട്ട് എടുക്കുമ്പോൾ ഓപ്ഷനിൽ അടുത്ത് വരുന്ന വാല്യൂ ഏതാ, 98 സെന്റിമീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും. നമ്മൾ 100 ഇട്ട് തന്നെ ചെയ്താൽ മതി. കാരണം എന്താ, വേറെ അടുത്തുള്ള ഓപ്ഷൻസ് ഒന്നും ഇല്ലല്ലോ. 100ന് അടുത്തുള്ളത് ആര് മാത്രമാണ്, 98 സെന്റിമീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ ദാറ്റ് വിൽ ബി ദി ആൻസർ. ആണോ അല്ലയോ? ആണ്. രോഹിത്തിന് കിട്ടിയോടാ v+v എങ്ങനെയാ വന്നതെന്ന് മനസ്സിലായോ? മനസ്സിലായോ? റീബൗണ്ട് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ. അവിടെ സ്ട്രൈക്ക് ചെയ്ത് നിൽക്കുവാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഇതേ പ്രോബ്ലം നിങ്ങളുടെ NCERT ഒരു ടൈപ്പ് പ്രോബ്ലം ഉണ്ട്. യെസ് യെസ്. So let's move on to the next question, which is bullets of mass 0.03 kg mass each hit a plate at the rate of 200 bullets per second with the velocity of 50 meter per second and reflect back with the velocity of 30 meter per second. Average force acting on the plate is, plate act ചെയ്യുന്ന average force. Oh, simple question. പെട്ടെന്ന് ചെയ്തേ. ബുള്ളറ്റിന്റെ മാസ് തന്നിട്ടുണ്ട്. ബുള്ളറ്റിന്റെ മാസ് എത്ര തന്നിരിക്കുന്നത്, 0.03 kg. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഞാൻ 3/100 എന്ന് എടുക്കാം കേട്ടോ. അപ്പോൾ 3/100 kg എന്ന് എടുക്കുകയാണ്. ഹിറ്റ് അറ്റ് എ പ്ലേറ്റ് അറ്റ് ദ റേറ്റ് ഓഫ് 200 bullets per second എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് bullets per second which is dn/dt ആണ് അവർ തന്നിരിക്കുന്നത്, റേറ്റ് ആണ് തന്നിരിക്കുന്നത്, which is 200 with a velocity of 50 meter per second. 50 meter per second velocity തന്നിട്ടുണ്ട് 50 meter per second and reflect back with the velocity, that is ഇത് ഇനീഷ്യൽ വെലോസിറ്റി ആണ്. ഫൈനൽ വെലോസിറ്റി എത്രയാണ്, 30 meter per second ആണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താ, റിഫ്ലക്ട് ബാക്ക് എന്ന് പറയുമ്പോൾ ഒരുത്തൻ പോസിറ്റീവ് ആണെങ്കിൽ മറ്റൊരുത്തൻ എന്തായിട്ട് എടുക്കണം, നിങ്ങൾ നെഗറ്റീവ് ആയിട്ട് എടുക്കണം. സോ ഞാൻ ഫൈനൽ വെലോസിറ്റി പോസിറ്റീവ് ആയിട്ടും ഇനീഷ്യൽ വെലോസിറ്റി നെഗറ്റീവ് ആയിട്ടും എടുക്കുകയാണ്, ബിക്കോസ് ഇറ്റ് ഈസ് റിഫ്ലക്റ്റിംഗ് ബാക്ക്. കുഴപ്പമില്ലല്ലോ. ആവറേജ് ഫോഴ്സ് FSC ഈക്വൽ ടു തന്നെ dp/dt. ആവറേജ് ഫോഴ്സ് ആയതുകൊണ്ട് യു ക്യാൻ പുട്ട് ΔP/ΔT അങ്ങനെയും ഇടാം. യെസ്, dp/dt തരുമ്പോൾ d/dt ഓഫ് nm ഇൻറ്റു ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി. അപ്പം എത്ര വരും? dn/dt ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, വിച്ച് ഈസ് 200. മാസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, വിച്ച് ഈസ് 3/100. v minus u, that is 50 30 final velocity 30 minus initial velocity minus 50, which is 200 into 3/100 into 80. 0 cancel, 0 cancel. So 2 into 3 6, 6 into 8 48, 480 Newton on the force. Yes, very good, very good, very good. Sneha, Mithun, very good. ഏതാ ഓപ്ഷൻ 480? ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ നമ്പർ 4. ഓപ്ഷൻ നമ്പർ 4 ആയിരിക്കും ആൻസർ അല്ലേ? കുഴപ്പമില്ലല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. എല്ലാവരും ഒന്ന് ഉഷാറായിട്ടിരുന്നേ. ഉഷാർ പോയല്ലോ, ഒന്ന് കമൻറ്റ് ചെയ്തേ, തംസപ്പ് ഇട്ടേ. അടുത്തേക്ക് കിടക്കാം. ഇതുവരെ ഓക്കെ അല്ലേ? അടുത്തേക്ക് കിടക്കാം. റെഡി? ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ നോക്കുവാണെങ്കിൽ നമ്മൾ ആ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം, ദ ഫോഴ്സ് ഇസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്നുള്ളതാണ് നമ്മൾ എടുത്തത്. അത്രേ എടുത്തുള്ളൂ. ഓക്കെ ആണെന്ന് മക്കൾക്ക് വിചാരിക്കുന്നു. മക്കൾക്ക് ഓക്കെ അല്ലേ? യെസ്. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, a machine gun fires a bullet of mass 40 gram with a velocity of 1200 meter per second. The man holding it, അതായത് ആ ഗണ്ണ് പിടിച്ചു വെക്കുന്ന ആൾക്ക്, can exert a maximum force of 144 Newton on the gun. How many bullets can he fire per second at the most? മാക്സിമം എത്ര ഫോഴ്സ്, മാക്സിമം എത്ര ബുള്ളറ്റ്സ് അവന് ഫയർ ചെയ്യാൻ പറ്റുന്നതാണ് ചോദ്യം. മക്കളെ മാസ് അതുണ്ടല്ലടാ, 40 gram അല്ലടാ. അപ്പോൾ 40/1000 ഇതാണ് ബുള്ളറ്റിൻ്റെ മാസ്. ബുള്ളറ്റിൻ്റെ വെലോസിറ്റിയും ഒരു ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഫയറിംഗ് വിത്ത് എ വെലോസിറ്റി ഓഫ് v ഈക്വൽ ടു 1200 meter per second. The man holding it can exert a force of Fs equal to 144 Newton. How many bullets can he fire per second at the most? അപ്പോൾ നമുക്ക് എഫ് തന്നെ എവിടെയും ഫോർമുല സെയിം തന്നെയാണ്. Fs ഈക്വൽ ടു dp/dt. എഫിൻ്റെ അവിടെ നമുക്ക് 144 തരാം, വിച്ച് ഇസ് ഈക്വൽ ടു d/dt ഓഫ് nmv.
അപ്പോൾ 144 is equal to മാസ് പുറത്തേക്ക് എടുക്കാം, വി പുറത്തേക്ക് എടുക്കാം, എം വി ഇൻറ്റു ഡി എൻ ബൈ ഡി ടി. അപ്പോൾ 144 is equal to എം എത്ര മക്കളെ? 40/1000. 40/1000 into 1200 into dn by dt. 0, 0, 0, 0. And then 12, 12. 12/4. എത്ര വരും ഇവിടെ മക്കളെ? 0, 0 ക്യാൻസൽ ആയി. dn by dt 3 എന്ന് വരും. ആണോ അല്ലയോ? യെസ് മക്കളെ. കിട്ടിയില്ലേ? dn by dt 3 എന്ന് കിട്ടിയില്ലേ? ജെയ്ക്ക് രോഹിത് ചോദിച്ചിട്ടുണ്ട് ജെയ്ക്ക് വരുമെന്ന്. നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പോകുന്നത്. അപ്പോൾ ഒരു ആദ്യത്തെ ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ടാണ് നമ്മൾ FS = dp/dt വെച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. അഡ്വാൻസ്ഡ് അല്ല മെയിൻസിന്. അത് കഴിഞ്ഞ് നമ്മളിനി കുറച്ചുകൂടി അതിന് അഡ്വാൻസ്ഡിലേക്ക് പോവാം. ആദ്യം ഒന്ന് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളെ പേടിപ്പിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്, മോഡൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ വെച്ച് പഠിക്കണം. ഓക്കെ, എന്നാൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. രണ്ട് ബ്ലോക്ക് എയും ബിയും സെയിം മാസ് 2m ഉം m ഉം റെസ്പെക്റ്റീവ്ലി ആർ കണക്റ്റഡ് ബൈ എ മാസ്ലെസ് ആൻഡ് ഇൻഎക്സ്റ്റെൻസിബിൾ സ്ട്രിംഗ്. ദ ഹോൾ സിസ്റ്റം ഈസ് സസ്പെൻഡഡ് ബൈ എ മാസ്ലെസ് സ്പ്രിംഗ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ദ മാഗ്നിറ്റ്യൂഡ്സ് ഓഫ് ആക്സിലറേഷൻ ഓഫ് എ ആൻഡ് ബി ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ സ്ട്രിംഗ് ഇസ് കട്ട്. ഈ സ്ട്രിംഗ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്സിലറേഷൻ ആണ് ചോദ്യം. സ്ട്രിംഗ് കട്ട് ചെയ്താൽ ഉണ്ടാവുന്ന മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്സിലറേഷൻ. ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തില്ലേ? നമ്മൾ ചെയ്ത ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ലേ? എങ്ങനെയാണ് അത് ചെയ്യുക? ആദ്യം നമ്മൾ എന്ത് ചെയ്യും? അതിനൊരു ക്വസ്റ്റ്യൻ തന്നാൽ ആദ്യം ഒരു ഇക്വിലിബ്രിയത്തിലാണ്. അപ്പോൾ നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കും അല്ലേ? എയുടെയും ബിയുടെയും വരച്ചേ നോക്കട്ടെ. എയുടെ മാസ് 2m ആണ്, ബിയുടെ മാസ് എന്താണ്? m ആണ്. അപ്പോൾ mg താഴോട്ടുണ്ട്, ടെൻഷൻ T എങ്ങോട്ടാ മക്കളെ? മുകളിലോട്ട്. ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ഈക്വലന്റ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അപ്പോൾ എയിൽ ടെൻഷൻ T താഴോട്ട്, 2mg താഴോട്ട്, പിന്നെന്താ ഉള്ളത്? ഇങ്ങോട്ടൊരു സ്പ്രിംഗ് ഫോഴ്സ് KX. ഇത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഇവർ നിൽക്കുന്നത് ഇനീഷ്യലി അവരെന്തിലാണ്? റസ്റ്റിലാണ്. ഇനീഷ്യലി റസ്റ്റിലാണ് അല്ലെങ്കിൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറഞ്ഞാൽ ഈ mg ആരുമായിട്ട് ഈക്വൽ ആവണം? ഇവിടെ ടിയുമായിട്ട് ഈക്വൽ ആവണം. അങ്ങനെയാണെങ്കിൽ ഇവിടെയും mg മക്കളെ 2mg + mg 3mg. അപ്പോൾ KX = എന്ത് വരും? 3mg എന്ന് വരും. ഇനി നമ്മളിത് സ്ട്രിങ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇമ്പൾസീവ് ഫോഴ്സ് ആയിട്ടുള്ള ടെൻഷൻ എന്ത് ചെയ്യും? ഇല്ലാതാവും. സ്ട്രിങ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ആ ഇമ്പൾസീവ് ഫോഴ്സിനെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കുക. കട്ട് ചെയ്തു. അപ്പോൾ ബാക്കി നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ ബിക്കാണെങ്കിൽ താഴോട്ടൊരു ആക്സിലറേഷൻ ഉണ്ട്. കാരണം അത് താഴോട്ടൊരു അൺബാലൻസ്ഡ് ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ബിയുടെ ആക്സിലറേഷൻ ഓഫ് ബി = mg ബൈ അവൻ്റെ മാസ് m വിച്ച് ഈസ് g എന്ന് വരും. g is which is acting vertically downwards. ഇവൻ്റെ കേസിൽ നോക്കുവാണെങ്കിൽ എയുടെ ആക്സിലറേഷൻ നോക്കുവാണെങ്കിൽ എങ്ങനെയാണ് വരിക മക്കളെ? നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 3mg - 2mg ബൈ 2m എന്ന് വരും. 3mg - 2mg ബൈ 2m. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ യെസ് മിഥുൻ നമ്മൾ കൺസ്ട്രെയിൻഡ് മോഷൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് കേട്ടോ. കൺസ്ട്രെയിൻഡ് മോഷൻ്റെ ക്വസ്റ്റ്യനിലേക്ക് വരാം നമുക്ക്. ഇവിടെ നിങ്ങളെ അതാണ് ജി വരും. ജി വരുന്ന ആൾക്കാരുണ്ട്. ഓപ്ഷൻ 3 എല്ലാവരും ഓപ്ഷൻ 3 ആണ് ആൻസർ പറഞ്ഞ്. ഓപ്ഷൻ 3 വരില്ല. നിങ്ങളെല്ലാവരും ചെയ്ത മിസ്റ്റേക്ക് എന്താ? താഴെ എന്ത് ചെയ്തു? മാസ് വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. മാസ് ഇവിടെ 2m ആണ്, m അല്ല. അവിടെ എന്താണ്? 2m ആണ്. എപ്പോഴും തെറ്റിക്കുന്നതാണ് കേട്ടോ. m അല്ല 2m ആണ്. അപ്പോൾ 3mg - 2mg mg ആണ്. mg ബൈ 2m എടുക്കാം. m ക്യാൻസൽ ആയാലും എന്താ ആൻസർ വരുന്നത്? g/2 നട്ടോ വരുന്നത്. g/2 എന്നാണ് വരുന്നത്. അപ്പോൾ ആദ്യത്തവൻ്റെ ആക്സിലറേഷൻ g/2. ഇത് ഓപ്ഷനിൽ മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ g/2 എന്ന് വരും. എയുടെ ആക്സിലറേഷൻ g/2 എന്നും വരും. ബിയുടെ ആക്സിലറേഷൻ എന്താ വരിക? g ആണ് വരിക. ഇവർ ഇട്ടിരിക്കുന്ന മിസ്റ്റേക്ക് ഉണ്ട്. g/2. ആദ്യത്തവൻ്റെ ആക്സിലറേഷൻ g/2 എന്നും വരും. രണ്ടാമത്തെ ആക്സിലറേഷൻ g എന്നാണ് കേട്ടോ വരിക. മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്സിലറേഷൻ ഓഫ് എ ആൻഡ് ബി എന്നല്ലേ ചോദ്യം? എ ആൻഡ് ബി ആയതുകൊണ്ടേ മിഥുൻ, ഗിരി, അനന്തു എ ആൻഡ് ബി എന്ന് പറയുമ്പോൾ എയുടെ ആക്സിലറേഷൻ വേണം നമ്മൾ ആദ്യം പറയാൻ, പിന്നെ ബിയുടെ ആക്സിലറേഷൻ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് g/2 ആദ്യം പറയണം. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ബിയുടെ ആക്സിലറേഷൻ ആയിട്ടുള്ള g പറയാൻ. ഓക്കെ ആണോ? പിന്നെ ഓക്കെ അല്ലേ മക്കളെ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ ആണോ? Yes. So the next question is ഒരു ഗ്രാഫിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. എ പാർട്ടിക്കിൾ ഓഫ് മാസ് 2 kg ഈസ് ഇനീഷ്യലി അറ്റ് റെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇനീഷ്യലി അവർ റെസ്റ്റിലാന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ് മക്കളെ?
ഇനീഷ്യലി റെസ്റ്റിലാണ്. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ് അല്ലേ. A force acts on it whose magnitude changes with time. The force time graph is shown ahead. The velocity of the particle after 10 seconds is 10 സെക്കൻഡിന് ശേഷമുള്ള വെലോസിറ്റിയാണ് നമ്മുടെ ചോദ്യം. 10 സെക്കൻഡിന് ശേഷമുള്ള വെലോസിറ്റി. 10 സെക്കൻഡിലുള്ള വെലോസിറ്റി കണ്ടുപിടിക്കാൻ നമുക്കൊരു ഫോഴ്സ് ടൈം ഗ്രാഫ് വന്നാൽ ഏരിയ അണ്ടർ ദ ഫോഴ്സ് ടൈം ഗ്രാഫ് എടുത്താൽ എന്ത് കിട്ടും? ഇമ്പൾസ് കിട്ടും. ഏരിയ അണ്ടർ ദി ഫോഴ്സ് ടൈം ഗ്രാഫ് ഗിവ്സ് ഇമ്പൾസ്. അപ്പോൾ നമുക്ക് ഏരിയ എടുക്കാം. ഇനി ഏരിയ എങ്ങനെ എടുക്കാം? അതൊരു ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിൾ എടുക്കാം. പിന്നെ ഇത് റെക്റ്റാങ്കിൾ ആണ്. വേണമെങ്കിൽ ഇത് മൊത്തത്തിൽ ഒരു റെക്റ്റാങ്കിൾ ആയിട്ട് എടുക്കാം അല്ലേ. മൊത്തം റെക്റ്റാങ്കിൾ ആയിട്ട് എടുക്കാം. പിന്നെ അവിടെ ഒരു ട്രയാങ്കിൾ, പിന്നെ ഒരു വലിയ ട്രയാങ്കിൾ. അപ്പോൾ നമുക്ക് എങ്ങനെ എടുക്കാം? ഏരിയ എടുത്ത മക്കളെ ഏരിയ ഈക്വൽ ടു ഇമ്പൾസ്. ഏരിയ അണ്ടർ ദി ഫോഴ്സ് ടൈം ഗ്രാഫ് ഇമ്പൾസ് ആണ് തരിക. ഇമ്പൾസ് നമുക്ക് എന്താ എന്തിന് ഈക്വലാന്ന് അറിയാം? ചേഞ്ച് ഇൻ മൊമെന്റത്തിന് ഈക്വലാന്ന് അറിയാം. ഏരിയ കണ്ടുപിടിച്ച ഹാഫ് ഇൻറ്റു ബേസ് എത്ര മക്കളെ? 2 × 10 പ്ലസ് ഇത് മൊത്തത്തിൽ ഒരു ട്രയാങ്കിൾ ആയിട്ട് എടുക്കുകയാണേ. അപ്പോൾ രണ്ട് സെപ്പറേറ്റ് ചെയ്താലും ഒരേ ആൻസർ തന്നെ കിട്ടുക. അപ്പോൾ 6 - 2 വിച്ച് ഇസ് 4 × 10 പ്ലസ് ഹാഫ് ഇൻറ്റു 2 × 20 പ്ലസ് ഹാഫ് ഇൻറ്റു 2 × 20 എടുക്കണ്ട അല്ലേ. ഈ ഒരു ട്രയാങ്കിൾ എത്ര എടുത്താൽ മതിയാവും? ഹാഫ് ഇൻറ്റു 2 × 10 പ്ലസ് പിന്നെ ഈ വലിയ ട്രയാങ്കിൾ വിച്ച് ഇസ് ഹാഫ് ഇൻറ്റു 4 × 20. യെസ്, വിച്ച് ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? ഇമ്പൾസ് ആണ്. ഇമ്പൾസ് ചേഞ്ച് ഇൻ മൊമെന്റ് ആണെന്ന് അറിയാം. ഇതൊന്ന് ചെയ്തേ നോക്കട്ടെ. യെസ്, 50 വന്നിട്ടുണ്ട് ആൻസർ. $70 വരുന്നുണ്ട്. ഏതാ കറക്റ്റ് ആൻസർ? $10 plus 40 plus 10 plus 40 which is equal to change in momentum. Change in momentum എന്ന് പറയുന്നത് m × v - u. അപ്പോൾ ഇവിടെ 100 വരും. 100 is equal to മാസ് എത്രയാണ് മക്കളെ തന്നിരിക്കുന്നത്? പാർട്ടിക്കിളുടെ മാസ് എത്രയാണ്? 2 കിലോ. 2 × v - u. ഇനീഷ്യലി അത് റെസ്റ്റിലാന്ന് പറയണേ. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി നമുക്ക് 0 ആയിട്ട് എടുക്കാം. അപ്പോൾ 100 ഈക്വൽ ടു എന്ത് വന്നു? 2v എന്ന് വന്നു. v ഈക്വൽ ടു 50 m/s. 50 ആണ് കേട്ടോ വരിക. യെസ്, അദ്വൈത് 50 ആണ് വരിക. ഒന്ന് റീചെക്ക് ചെയ്യണേ. യെസ്. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Body under the action of force F is equal to 6i cap minus 8j cap plus 10k cap acquires an acceleration of 1 m/s². The mass of this body must be. ആക്സിലറേഷൻ തന്നിട്ടുണ്ട്, ഫോഴ്സ് തന്നിട്ടുണ്ട്. അയ്യോ ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. ഇതൊന്നും നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഫോഴ്സ് മാസ് കണ്ടുപിടിക്കാൻ m is equal to f/a എടുത്താൽ മതി അല്ലേ. ആക്സിലറേഷൻ ഒരു ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഫോഴ്സ് നമുക്ക് മാഗ്നിറ്റ്യൂഡ് എടുത്താൽ മതി. √6² + 8² + 10² by acceleration 1 which is √36 + 64 + 100 divided by 1. അപ്പോൾ √200/1 എന്ന് വരും. √200 എത്രയാ? നമുക്ക് എങ്ങനെ എടുക്കാം? √2 10√2 എന്ന് എടുക്കാം അല്ലേ. √2 × 10 അല്ലെങ്കിൽ നമുക്ക് 10√2 എന്ന് എഴുതാം. സോ ദ ആൻസർ ഈസ് 10√2. 10√2 എന്ന് വരും. സിമ്പിളായിട്ട് കിട്ടില്ലേ? യെസ്. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് വന്ന ക്വസ്റ്റ്യൻ ആണ്. JEE 2018 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും ഒന്ന് പോസ് ചെയ്ത് നോക്കണം കേട്ടോ. എന്താ ക്വസ്റ്റ്യൻ? ദ മാസ് ഓഫ് എ ഹൈഡ്രജൻ മോളിക്യൂൾ ഈസ് 3.32 × 10⁻⁻27 kilogram. If 10⁻23 hydrogen molecule strikes per second a fixed wall of area 2 cm² at an angle of 45 degrees to the normal and rebound elastically, that is a point, rebounding elastically with a speed of 10⁻³ m/s, then the pressure on the wall is എന്നാണ് ചോദ്യം. പ്രഷർ അതായത് വാളിൽ വന്നിട്ട് ഇടിക്കുന്നുണ്ട്. എത്ര മോളിക്യൂൾസ് ആണ് ഇടിക്കുന്നത്? ഹൈഡ്രജൻ മോളിക്യൂൾസ് 10⁻23 മോളിക്യൂൾസ് ആണ് ഇടിക്കുന്നത്. ആ വാളിൻ്റെ ഏരിയ അവർ തന്നിട്ടുണ്ട്. 2 cm² ആണ്. എത്ര ആംഗിളിലാണ് വന്നിരിക്കുന്നത്? 45 ഡിഗ്രിയാണ് അവർ നോർമലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ. നമുക്ക് അതൊന്ന് പിക്ചറൈസ് ചെയ്യാം. നോക്കിക്കേ മക്കളെ, ഇതൊരു വോളാണെങ്കിൽ
ഈ വോളിൽ ഇതാ ഇങ്ങനെ വന്നിടിക്കുകയാണ്. റീബൗണ്ട് ഇലാസ്റ്റിക്കലി എന്ന് പറഞ്ഞാൽ ഇതാ ഇങ്ങനെ അടിച്ച് ഇങ്ങനെ പോകും. കറക്റ്റ് ആണോ അല്ലയോ? റീബൗണ്ട് ചെയ്ത് പോകുന്നു. അപ്പോൾ ഈ വരുന്ന സ്പീഡ് v ആണെങ്കിൽ ഇവിടെ ലോസ് ഒന്നും ഉണ്ടാവുന്നില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം. അതായത് ഇലാസ്റ്റിക് കൊലീഷൻ നമുക്ക് അറിയണതാണ്. എനർജിക്കോ കൈനറ്റിക് എനർജിക്കും മൊമെൻറ്റത്തിനും ഒരു ചേഞ്ച് ഇല്ലാത്ത കൊലീഷനാണ് എന്ത്? ഇലാസ്റ്റിക് കൊലീഷൻസ്. അതിൻ്റെ അർത്ഥം ടോട്ടൽ ലീനിയർ മൊമെൻറ്റും ടോട്ടൽ കൈനറ്റിക് എനർജി ഓഫ് ദ സിസ്റ്റം മസ്റ്റ് ബി കൺസേർവ്ഡ്. ഇപ്പോൾ v വെലോസിറ്റിയിലാണ് വരുന്നതെങ്കിൽ v അവർ ക്വസ്റ്റ്യനിൽ തന്നത് 10⁻3. അപ്പോൾ പോകുന്നതും v = 10⁻3 തന്നെ ആയിരിക്കണം. യെസ്. അപ്പോൾ ഈ നോർമൽ വരച്ചു. നോർമലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ അവർ തന്നിട്ടുണ്ട്, വിച്ച് ഈസ് 45. 45 ആണെങ്കിൽ ഇതും എത്ര തന്നെയായിരിക്കും? 45 തന്നെയായിരിക്കും. 45. ഏരിയ തന്നിട്ടുണ്ട്. ഏരിയ = 2 cm². അപ്പോൾ തന്നെ അതിനെ മാറ്റി വയ്ക്കാം. 2 × 10⁻⁻4 m². ഹൈഡ്രജൻ മോളിക്യൂളിൻ്റെ മാസ് തന്നിട്ടുണ്ട്. m = 3.32 × 10⁻⁻27 kg. dN/dt, number of molecules striking per second, dN/dt ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, which is 10⁻23 hydrogen molecules. 10⁻23 hydrogen molecules. യെസ്, ഇത്രയും കാര്യങ്ങൾ തന്നാലേ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? വാട്ട് ഇസ് ദ പ്രഷർ ഓൺ ദ വാൾ? പ്രഷർ കണ്ടുപിടിക്കണമെങ്കിൽ പ്രഷർ is equal to ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഫോഴ്സ് കിട്ടിയാലേ നമുക്ക് പ്രഷർ കിട്ടുള്ളൂ. ഫോഴ്സ് കണ്ടുപിടിക്കാൻ സിമ്പിൾ അല്ലടാ. ഫോഴ്സ് is equal to എന്താ ഫോർമുല? dP/dt. ചേഞ്ച് ഇൻ മൊമെൻറ്റം. ചേഞ്ച് ഇൻ മൊമെൻറ്റം മക്കളെ നിങ്ങൾ NCERT ചെയ്യുന്നതാണ്. എക്സസൈസ് ഐ തിങ്ക് എക്സാമ്പിൾ 4.3 ഓർ 4.4. എക്സാമ്പിളിൽ നിങ്ങൾ ചേഞ്ച് ഇൻ മൊമെൻറ്റം ഇങ്ങനെ ഒരു വോൾ ഇങ്ങനെ അടിച്ച് ഇങ്ങനെ പോയാൽ ഇതിനെ നമുക്ക് വേണമെങ്കിൽ റിസോൾവ് ചെയ്ത് ചെയ്യാം. റിസോൾവ് ചെയ്ത് ചെയ്യുന്നതിന് പകരം നിങ്ങൾ ഇങ്ങനെ ഫോർമുല പഠിച്ചാൽ മതി. മക്കളെ ഇങ്ങനെ ഒരു വോളിൽ വന്നിട്ട് v വെലോസിറ്റിയിൽ വരുന്നു. v വെലോസിറ്റി തന്നെ തിരിച്ചു പോവുകയാണ്. ഈ ടോട്ടൽ ആംഗിൾ, ഐ റിപ്പീറ്റ്, ദിസ് ടോട്ടൽ ആംഗിൾ ഇസ് തീറ്റ. ടോട്ടൽ ആംഗിൾ തീറ്റ ആണെങ്കിൽ then change in momentum will be equal to 2mv cos θ/2. 2mv cos θ/2 ഇതായിരിക്കും ഒരു മാസിന്റെ ചേഞ്ച് ഇൻ മൊമെന്റം, ഒറ്റൊരു മാസ്. പക്ഷെ ഇവിടുത്തെ കേസ് എന്താ? ഇവിടുത്തെ കേസ് n മാസസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ എങ്ങനെ എഴുതണം? ഇൻറ്റു n എന്നും കൂടെ എഴുതണം. ഇൻറ്റു n ഡിവൈഡഡ് ബൈ t. ഈ ഫോർമുല നിങ്ങൾക്ക് കുഴപ്പമുണ്ടോ എഴുതിയതിൽ? യെസ്, ആൻസർ കിട്ടി. വെരി ഗുഡ് മിഥുൻ, വെരി ഗുഡ്. ഓപ്ഷൻ 4 ആണ് വരുന്നത് അല്ലേ? ഓപ്ഷൻ 3 പറയുന്നുണ്ടല്ലോ, ഏതാന്ന് നോക്കാം നമുക്കൊന്ന്. സോ ദ ആൻസർ 2 × മാസ് ഓഫ് ദ പാർട്ടിക്കിൾ is 3.32 × 10⁻⁻27. വെലോസിറ്റി is 10⁻3 cos θ/2, which is the total angle cos 90. cos 90/2 എന്ന് പറയുമ്പോൾ cos 45 ആണ്. cos 45 എന്ന് പറഞ്ഞാൽ 1/√2 ഇൻറ്റു n എത്ര മക്കളെ തന്നിരിക്കുന്നത്? n dN/dt. dN/dt is given as 10⁻23. 10⁻23 which is equal to ഫോഴ്സ് കിട്ടും. മക്കളെ ഈ 1/√2 ഇത് 1.4 അല്ലടാ. അപ്പോൾ 1.4 3.3 നമുക്കൊരു 2.3 ടൈംസ് ഒക്കെ പോകുന്നു പറയാം അല്ലേ? അപ്പോൾ എത്ര വരും? 4.6 × 2 × 2.3 4.6 ആയി. 10⁻26 വന്നു. അപ്പോൾ 10⁻⁻1 ഫോഴ്സ് കിട്ടി. ഫോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ പ്രഷർ കണ്ടുപിടിക്കാൻ ഫോഴ്സ് ബൈ ഏരിയ, വിച്ച് ഈസ് 4.6 × 10⁻⁻1 ഡിവൈഡഡ് ബൈ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? ഏരിയ 2 × 10⁻⁻4. 2 × 10⁻⁻4 ദാറ്റ് ഈസ് 4.6/2 ചെയ്യുമ്പോൾ 2.3 എന്ന് വരും. ഇൻറ്റു 10⁻3 എന്ന് വരും. 2.3 × 10⁻3. ഏതാ ഓപ്ഷൻ വരിക? ഓപ്ഷൻ നമ്പർ 4 ആണ് കേട്ടോ. യെസ്, ഓപ്ഷൻ 4 ആണ് ജോർജ്. ഒന്ന് ചെക്ക് ചെയ്യണേ. ഓപ്ഷൻ 4 ആണ് വരിക. സി, ഇത് JEE മെയിനിലെ ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. ഇതൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നല്ലേ? നിങ്ങൾക്കൊക്കെ ചെയ്താൽ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് അല്ലേ? എല്ലാവരും അടിപൊളി മാർക്ക് വാങ്ങണം കേട്ടോ. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A 4000 kg rocket is set for firing. If the exhaust speed is 1000 m/s, the mass to be ejected per second to just overcome the gravitational pull is. See, gravitational pull just ഒന്ന് ഓവർകം ചെയ്താൽ മതി. ജസ്റ്റ് ഓവർകം ചെയ്താൽ മതി. എന്തൊക്കെ തന്നിട്ടുണ്ട്? ഒരു 4000 kg റോക്കറ്റ് ആണ്. എക്സ്ഹോസ്റ്റിൻ്റെ സ്പീഡ് തന്നിട്ടുണ്ട്. മക്കളെ എക്സ്ഹോസ്റ്റിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ VR അല്ലടാ. VR തന്നിട്ടുണ്ട്. VR എത്രയാണ് തന്നിട്ടുള്ളത്? 1000 m/s ആണ്. VR = 1000 m/s. മാസ് ടു ബി ഇജക്റ്റഡ് പെർ സെക്കൻഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് എന്താ കണ്ടുപിടിക്കേണ്ടത്? dM/dt. മാസ് ടു ബി ഇജക്റ്റഡ് പെർ സെക്കൻഡ്, മാസ് ബൈ ടൈം. അതാരാ? dM/dt ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ടു ഓവർകം ദി ഗ്രാവിറ്റേഷണൽ പുള്ള്. യെസ്. അപ്പോൾ നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാം? എക്സ്ഹോസ്റ്റിൻ്റെ സ്പീഡ് ഉണ്ട്. 4000 kg റോക്കറ്റാണ്.
എക്സോസ്റ്റിന് ഗ്രാവിറ്റേഷണൽ പുള്ള് ഓവർകം ചെയ്യണം. എങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുക? അങ്ങനെയാണെങ്കിൽ നമുക്ക് എഫ് ടി ഈക്വൽ ടു എന്താ ഫോർമുല മക്കളെ? VR ഇൻറ്റു dm/dt എന്ന് എഴുതാം. കറക്റ്റ് ആണോ അല്ലയോ? ഇത് ജസ്റ്റ് ഒന്ന് ഗ്രാവിറ്റേഷണൽ പുള്ള് ഓവർകം ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ ഈ എഫ് ടി എന്തിന് ഈക്വൽ ആവില്ല? എം ജിക്ക് ഈക്വൽ ആവില്ലേ? അപ്പോൾ നമുക്കിവിടെ എഫ് ടിൻ്റെ അവിടെ എം ജിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എം ജി ഈക്വൽ ടു VR ഇൻറ്റു dm/dt. എം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് വിച്ച് ഈസ് 4000. ജി നമുക്ക് 10 ആയിട്ട് എടുക്കാം. ടേക്ക് ജി ഈക്വൽ ടു 10 m/s² എന്ന് പറയുന്നുണ്ട്. VR നമുക്ക് തന്നിട്ടുണ്ട് വിച്ച് ഈസ് 1000. dm/dt കണ്ടുപിടിക്കണം. 1000. So dm/dt will be equal to 40 kg. Okay? dm/dt 40 kg. Very good. Yes. Yes, very good. മാം നാളെ ഏതാണ് സബ്ജക്റ്റ്? ഞാൻ നോക്കി പറയാം കേട്ടോ. നാളെ ഏതാന്ന് നോക്കട്ടെ. ഐ തിങ്ക് മാത്സ് ആണെന്ന് തോന്നുന്നു കേട്ടോ. മാത്സ് ആണ്. എന്തായാലും ഞാൻ ഉറപ്പിച്ച് പറയാം കേട്ടോ. യെസ് 40 ആണ് വരിക. അദ്വൈത് യെസ് കറക്റ്റ് ആക്കിയിട്ടുണ്ട് അല്ലേ? യെസ്. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A rocket of mass 100 kg burns 0.1 kg of fuel per second. If the velocity of the exhaust gas is 1 kilometer per second, then it lifts with an acceleration of എന്നാണ് ചോദ്യം. സോ നമുക്ക് എഫ് എസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം മക്കളെ? VR ഇൻറ്റു dm/dt എന്ന് എഴുതാം. എഫിൻ്റെ അവിടെ എം എ ഈക്വൽ ടു VR ഇൻറ്റു dm/dt. എം 100 ആണ്. ആക്സിലറേഷൻ നമുക്ക് കണ്ടുപിടിക്കണം A, which is equal to മക്കളെ VR ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടടാ 1 km/s ആണ്. km/s എന്തിലേക്ക് മാറ്റണം? മീറ്ററിലോട്ട് മാറ്റണം. വിച്ച് ഈസ് 10⁻³ ഇൻറ്റു dm/dt is 0.1. മക്കളെ 0.1. അപ്പോൾ എത്ര വരും ആക്സിലറേഷൻ? ഈക്വൽ ടു 10⁻³ (0.9² ആയി പോകുമ്പോൾ 1 m/s² വരും. 1 m/s². ആക്സിലറേഷൻ 1 m/s². യെസ്, ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A bullet is fired from a gun, then the force on the bullet is given by Fs equal to 600 minus 2 into 10⁵ T. ടീനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫോഴ്സാ. ടീനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുമ്പോൾ അത് വേരിയബിൾ ഫോഴ്സ് ആണോ കോൺസ്റ്റന്റ് ഫോഴ്സ് ആണോ? വേരിയബിൾ ഫോഴ്സ് അല്ലേ? യെസ്. ദ ഫോഴ്സ് ഇസ് വേരിയിങ് വിത്ത് റെസ്പെക്ട് ടു ടൈം. Where F is in the Newton and T is in the second, the force on the bullet becomes 0 as soon as it leaves that barrel. ഇത് ബാരലിന് ലീവ് ചെയ്യുമ്പോൾ തന്നെ ഫോഴ്സ് ഓൺ ദ ബുള്ളറ്റ് 0 ആവും. ദെൻ വാട്ട് ഈസ് ദി ആവറേജ് ഇമ്പൾസ് ഇമ്പാർട്ടഡ് ടു ദ ബുള്ളറ്റ്? ബുള്ളറ്റിന് കിട്ടുന്ന ആവറേജ് ഇമ്പൾസ്. ഇവിടെ നമുക്ക് ഇമ്പൾസിൻ്റെ ഏത് ഫോർമുല ഉപയോഗിക്കാം? ഇമ്പൾസിന് 3 ഫോർമുല പഠിപ്പിച്ചു. I ഈക്വൽ ടു, കാണാത്തവർ ആ ക്ലാസ് കണ്ടിട്ട് വേണം ഇവിടെ ഇരിക്കാൻ. ഇമ്പൾസിൻ്റെ ഫോർമുല എന്താ? I ഈക്വൽ ടു ഇൻ്റഗ്രൽ T1 to T2 FTT. I ഈക്വൽ ടു F ഡെൽറ്റ T. I is equal to ചേഞ്ച് ഇൻ മൊമെൻറ്റം. ഇവിടെ മൊമെൻറ്റത്തിനെ പറ്റിയോ വെലോസിറ്റിനെ പറ്റിയോ ഒന്നും പറയാത്തതുകൊണ്ട് നമുക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെയുള്ള 2 ഫോർമുലയിൽ ഏത് ഉപയോഗിക്കുന്നതാണ് നല്ലത് മക്കളെ? I ഈക്വൽ ടു F ഡെൽറ്റ T എന്ന് പറയുന്നത് F കോൺസ്റ്റൻ്റ് ആയിരിക്കുമ്പോൾ മാത്രം ഉപയോഗിക്കേണ്ടതാണ്. ഇവിടെ എഫ് കോൺസ്റ്റന്റ് ആണോ? അല്ല, ഇറ്റ് ഇസ് എ വേരിയബിൾ ഫോഴ്സ്. അപ്പോൾ നമുക്ക് I ഈക്വൽ ടു F ഡെൽറ്റ T എന്ന് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ എന്ത് ഉപയോഗിക്കണം? ജനറൽ എക്സ്പ്രഷൻ ഉപയോഗിക്കണം. I is equal to ഇൻ്റഗ്രൽ T1 to T2 FDT. അപ്പോൾ ഇനീഷ്യൽ ടൈം ആദ്യം അത് ബാരലിന് വീഴുന്ന സമയം 0 ആയിട്ട് എടുത്താൽ 0 into T2 FDT എന്ന് എഴുതാം. കുഴപ്പമില്ല. അപ്പോൾ T2 കിട്ടിയാലേ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. F നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. T2 എങ്ങനെ കണ്ടുപിടിക്കും? ആർക്കെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ T2 എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത്? സി, അതിനാണ് അവർ ഇങ്ങനെ ഒരു പോയിന്റ് തന്നിട്ടുള്ളത്. ഫോഴ്സ് ഓൺ ദ ബുള്ളറ്റ് ബിക്കം 0 ആസ് സൂൺ ആസ് ഇറ്റ് ലീവ്സ് എ ബാരൽ എന്ന് പറഞ്ഞാൽ ആ ടൈം കണ്ടുപിടിച്ചാൽ പോരെ? ഫോഴ്സ് ഓൺ ദ ബുള്ളറ്റ് എപ്പോഴാണ് 0 ആവുന്നതെന്നുള്ളത് അത് കണ്ടുപിടിച്ചാൽ പോരെ? അതല്ലേ ടൈം. സി, ഇവിടെ ഈ F is equal to 600 minus 2 into 10⁵ ആണെന്ന് അവർ പറയുന്നുണ്ട്. F is equal to 600 minus 2 into 10⁵ T ആണ്. മക്കളെ ഫോഴ്സ് 0 എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് 0 എന്ന് ഇടാം. 0 ഈക്വൽ ടു 600 minus 2 into 10⁵ T. അങ്ങനെയാണെങ്കിൽ 2 into 10⁵ T ഈക്വൽ ടു എന്തെന്ന് എഴുതാം? 600. അപ്പോൾ T എന്താ മക്കളെ? 600 by 2 into 10⁵ ആണോ അല്ലയോ? യെസ്. അപ്പോൾ എത്ര വരും? 300, which is 3 into 10⁻³ -300 3 into 10⁻³ എന്ന് വരും. 3 into 10⁻³ seconds. സി, 3 into 10⁻³ seconds എന്ന് പറയുന്നത് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ടൈമാണ്. ആ ടൈമിൽ ഫോഴ്സ് 0 ആവുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് T2 കിട്ടിയേ 0 ഇനീഷ്യൽ ടൈം മുതൽ എത്ര വരെയുള്ള ഇമ്പൾസ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? 3 into 10⁻³ സെക്കൻഡ്. എഫിൻ്റെ അവിടെ നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 600 minus 2 into 10⁵ T എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. എങ്ങനെ ചെയ്യാം? യെസ്. I ഈക്വൽ ടു
integral 0 to 3 into 10 raised to minus 3. F in order നമുക്ക് 600 minus 2 into 10 raised to 5 t dt. Integrate ചെയ്യാൻ അറിയില്ലേ? ഷടപടേന്ന് ചെയ്തേ നോക്കട്ടെ. ഷടപടേന്ന് ചെയ്ത ആൻസർ പറഞ്ഞേ. യെസ്, ഇൻ്റഗ്രൽ 0 to ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്, ഡയറക്റ്റ് ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. നിങ്ങളും ചെയ്തേ കൂടെ 600 into dt which is 600t, lower limit 0, upper limit 3 into 10 raised to minus 3 minus 2 into 10 raised to 5 into t square by 2 എന്ന് എടുക്കാം അല്ലേ. എന്തൊക്കെ ഇട്ട് കൊടുക്കണം? ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് 3 into 10 raised to minus 3. എത്ര വരും? 600 into 3 into 10 raised to minus 3 minus 2 into ക്യാൻസലായി, 10 raised to 5 അവിടെ നിൽക്കട്ടെ. ടി സ്ക്വയറിന് നമുക്ക് എങ്ങനെ എഴുതാം? ടി ഇതിട്ട് കൊടുക്കുമ്പോൾ 3 into 10 raised to minus 3 ഇട്ട് കൊടുക്കുമ്പോൾ 9 into 10 raised to minus 6 എന്നിട്ട് കൊടുക്കാം. 9 into 10 raised to minus 6 which is ഇത് എത്ര വരും? 1.8 എന്ന് വരും അല്ലേ. 600 into 3 ചെയ്യുമ്പോൾ 1800 into 10 raised to minus 3 ചെയ്യുമ്പോൾ 1.8 എന്ന് വരും മൈനസ് 0.9. എത്ര ആൻസർ വരിക? 0.9 എന്ന് വരും. ഇമ്പൾസിൻ്റെ യൂണിറ്റ് എന്താ? ന്യൂട്ടൺ സെക്കൻഡ്. ഏതാ ഓപ്ഷൻ? 0.9 ന്യൂട്ടൺ സെക്കൻഡ്. ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ നമ്പർ 3 ആയിരിക്കും ആൻസർ. വെരി ഗുഡ് അഭിനവ്. Aman, very good. Advait, very good. 0.9 Newton seconds എന്ന് വരും. Next question. A mass of 10 kg is suspended by a rope of length 2.8 meter from a ceiling. A force of 98 Newton is applied at the midpoint of the rope as shown in the figure. The angle which with the rope makes with the vertical in equilibrium. See, in equilibrium. Equilibrium എന്ന് പറയുമ്പോൾ തന്നെ നെറ്റ് ഫോഴ്സ് എത്രയാണ് മക്കളെ? 0 ആണ്. നെറ്റ് ഫോഴ്സ് 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിലോട്ടുള്ള ഫോഴ്സ് തന്നെ ആയിരിക്കണം താഴോട്ട്. ജസ്റ്റ് റിസോൾവ് ചെയ്ത് ആൻസർ കണ്ടുപിടിച്ചാൽ മതി. എങ്ങനെ ചെയ്യാം? ഇങ്ങനെ ടിക്ക് 2 കമ്പോണന്റ് എടുക്കാം അല്ലേ. ഇങ്ങനെ കമ്പോണന്റ് എടുത്തൂടെ? യെസ്, ഏതൊക്കെയാണ് കമ്പോണന്റ് എന്ന് പറഞ്ഞേ കമ്പോണന്റുകൾ. ഇവൻ ആരായിരിക്കും? ടി കോസ് തീറ്റ. ഇവൻ ആരായിരിക്കും? ടി സൈൻ തീറ്റ. അപ്പോൾ മക്കളെ നെറ്റ് ഫോഴ്സ് 0 എന്ന് പറഞ്ഞാൽ ഈ ടി കോസ് തീറ്റ എം ജി ആയിട്ട് ഈക്വൽ ആവണ്ടേ? ഈ ടി സൈൻ തീറ്റ ആരുമായിട്ട് ഈക്വൽ ആവണം? 98 ആയിട്ട് ഈക്വൽ ആവണ്ടേ? യെസ്, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ടി സൈൻ തീറ്റ ഈക്വൽ ടു 98 ന്യൂട്ടൺ. ടി കോസ് തീറ്റ ഈക്വൽ ടു എം ജി. എം 10 ആണ്, അപ്പോൾ 10 into g. ഇവിടെ നമ്മൾ ഇത്രയും നേരം നമ്മൾ ജിക്ക് 10 എന്ന് ഇട്ട് കൊടുത്തു. ഇവിടെ നമ്മൾ ജിക്ക് 9.8 ഇടുന്നതായിരിക്കും കുറച്ചുകൂടി നല്ല വഴി. കാരണം ഇവിടെ 98 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 9.8 വെച്ച് വെട്ടിക്കളയാൻ നമുക്ക് എളുപ്പമായിരിക്കും. സോ ഇവിടെ രണ്ടും കൂടെ ഡിവൈഡ് ചെയ്താൽ ടീം ക്യാൻസൽ ചെയ്യും. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ഈസ് ടാൻ തീറ്റ. ടാൻ തീറ്റ ഈക്വൽ ടു 98 by 10 into g is 9.8. അപ്പോൾ ഇത് 98, ഇത് 98. സോ 98 by 98 1 ആണ്. ടാൻ തീറ്റ 1 ആവുന്ന എപ്പോഴാണ്? തീറ്റ 45 ഡിഗ്രിയിൽ. തീറ്റ 45 ഡിഗ്രിയിൽ. യെസ്, വെരി ഗുഡ് ഗിരി. യെസ്, തീറ്റ 45 ഡിഗ്രിയിൽ. യെസ്, ഓപ്ഷൻ നമ്പർ 3 is the answer. Now the next question. 2 wooden blocks are moving on a smooth horizontal surface such that the mass m remains stationary with respect to the block of mass capital M as shown in the figure. See, mass remains stationary. മാസ് റീമെയിൻ സ്റ്റേഷനറി. അതാണ് നമ്മുടെ കീ പോയിന്റ്. മാസ് റീമെയിൻ സ്റ്റേഷനറി. ഈ എം എന്ന് പറഞ്ഞ മാസ് ഇവനെ നമ്മൾ ഇങ്ങോട്ട് തള്ളുമ്പോഴും ഈ ബ്ലോക്കിനെ റെസ്പെക്ട് വെച്ച് വിത്ത് റെസ്പെക്ട് ടു ദിസ് ബ്ലോക്ക് ദിസ് മാസ് ഈസ് അണ്ടർ റെസ്റ്റ്. യെസ്, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് പി ഈസ് ഗിവൺ ബൈ. എങ്ങനെ ചെയ്യാം ഈ ക്വസ്റ്റ്യൻ? ഈ എം എന്ന് പറഞ്ഞ മാസ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ എമ്മിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം ഒന്ന് വരയ്ക്കുക അല്ലേ. എമ്മിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രത്തിൽ സ്മോൾ എമ്മിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാമാണ് മിസ് വരയ്ക്കാൻ പോകുന്നത്. സ്മോൾ എമ്മിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രത്തിൽ ആരൊക്കെ ഉണ്ടാവൂടാ? എം ജി കറക്റ്റ് താഴോട്ട്. അപ്പോൾ ഇവൻ ബീറ്റ ആയതുകൊണ്ട് ഇവൻ എം ജി സൈൻ ബീറ്റ ആയിരിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ഇവൻ എം ജി കോസ് ബീറ്റ ആയിരിക്കും. ദിസ് ഈസ് ബീറ്റ. അപ്പോൾ ഇവൻ ആരാ? എം ജി കോസ് ബീറ്റ. ഇവൻ എം ജി സൈൻ ബീറ്റ. നോർമൽ റിയാക്ഷൻ എന്നു മുകളിലോട്ട്. അപ്പോൾ എൻ എം ജി കോസ് ബീറ്റ വെച്ച് ബാലൻസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എം ജി സൈൻ ബീറ്റിനെ ബാലൻസ് ചെയ്യാൻ ആരും ഇല്ലല്ലോ. എന്നിട്ട് എങ്ങനെയാണ് സ്റ്റേഷനറി ആയത്? അവിടെ ആരും ഇല്ലേ? ഉണ്ടോ ഇല്ലയോ? യെസ്, വെരി ഗുഡ്. എം പ്ലസ് എം ഇൻറ്റു ജി ടാൻ ബീറ്റ. യെസ്, വെരി ഗുഡ്. അവിടെ ആരും ഇല്ലേ? ഉണ്ട്.
അതാണ് നമ്മളെ സ്യൂഡോ ഫോഴ്സ്. മക്കളെ ഈ സ്മോൾ എം ഇപ്പം ഇരിക്കുന്നത് ഇനർഷ്യൽ ഫ്രെയിമിലാണോ നോൺ ഇനർഷ്യൽ ഫ്രെയിമിലാണോ? നോൺ ഇനർഷ്യൽ ഫ്രെയിമിലാണ്. അങ്ങനെയാണെങ്കിൽ ആ ഫ്രെയിമിന് ഓപ്പോസിറ്റ്, ആ ഫ്രെയിമിൻ്റെ ആക്സിലറേഷൻ ഓപ്പോസിറ്റ് ആയിട്ട് ആരുണ്ടാവും? ഒരു സ്യൂഡോ ഫോഴ്സ് ഉണ്ടാവും. ഇപ്പോൾ ഫ്രെയിമിന് എന്തായാലും ഇങ്ങോട്ടായിരിക്കും ആക്സിലറേറ്റ് ചെയ്യുക. അപ്പോൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് സ്യൂഡോ ഫോഴ്സ് ഉണ്ട്. സ്യൂഡോ ഫോഴ്സിന് നമുക്ക് വേറൊരു ലെറ്റർ ഇടാം, കാരണം ഇവർ പി ആണ് അപ്ലൈഡ് ഫോഴ്സിന് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ക്യാപിറ്റൽ ആർന്നിട്ടു. ഇത് ബീറ്റ ആണെങ്കിൽ ഇത് 90 മൈനസ് ബീറ്റ, അപ്പോൾ ഇത് ബീറ്റ. അപ്പോൾ ഇവൻ ആരാ മക്കളെ? ആർ കോസ് ബീറ്റ. ഇവൻ ആരാ മക്കളെ? ആർ സൈൻ ബീറ്റ. അപ്പൊ സത്യത്തില് ആരാണ് ബാലൻസ് ചെയ്യുന്നത്? ആർ കോസ് ബീറ്റയാണ് ആരെ ബാലൻസ് ചെയ്യുന്നത്? എം ജി സൈൻ ബീറ്റനെ ബാലൻസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആർ കോസ് ബീറ്റ ഈക്വൽ ടു എം ജി സൈൻ ബീറ്റ എന്ന് എഴുതാം. ആറ് കണ്ടുപിടിച്ചാൽ പണി കഴിഞ്ഞു. ആർ എങ്ങനെ കണ്ടുപിടിക്കും മക്കളെ? ആർ എന്ന് പറയുന്നത് സ്യൂഡോ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ്? മാസ് ഓഫ് ദ ബോഡി ഇൻറ്റു ആക്സിലറേഷൻ ഓഫ് ദ ഫ്രെയിം ആണ്. ദാറ്റ് ഈസ് മാസ് ഓഫ് ദ ബോഡി ഇൻറ്റു മക്കളെ ഈ ബോഡിയുടെ ഈ ഒരു ഫ്രെയിമിന്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് നെറ്റ് ഫോഴ്സ് ബൈ ടോട്ടൽ മാസ്. ഈ നെറ്റ് ഫോഴ്സ് എത്രയാ? പി ബൈ ടോട്ടൽ മാസോ എം പ്ലസ് എം. നെറ്റ് ഫോഴ്സ് ബൈ ടോട്ടൽ മാസ് പി ബൈ എം പ്ലസ് എം. ഇതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസറായി. ഇത് നമുക്ക് വേണമെങ്കിൽ ഇക്വേഷൻ 1 എന്നാക്കാം. ഇക്വേഷൻ 1 ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം നമുക്ക് എന്ത് വരും? ആറിൻ്റെ അവിടെ നമുക്ക് എം ഇൻറ്റു പി ബൈ എം പ്ലസ് എം എന്ന് എഴുതാം, ഇൻറ്റു കോസ് ബീറ്റ ഈക്വൽ ടു എം ജി സൈൻ ബീറ്റ. എം ക്യാൻസൽ ആയാൽ സൈൻ ബീറ്റ അങ്ങോട്ട് എടുത്താൽ പി ബൈ എം പ്ലസ് എം, കോസ് ബീറ്റനെ നമുക്ക് അങ്ങോട്ട് എടുക്കാം അല്ലേ, ഈക്വൽ ടു ജി ഇൻറ്റു സൈൻ ബീറ്റ ബൈ കോസ് ബീറ്റ ടാൻ ബീറ്റ. അപ്പം പി ഈക്വൽ ടു പി ആണ് നമ്മളെ ചോദ്യം. പി ഈക്വൽ ടു ജി ടാൻ ബീറ്റ ഇൻറ്റു എം പ്ലസ് എം, എം പ്ലസ് എം ഇൻറ്റു ജി ടാൻ ബീറ്റ. റെഡി അല്ലേ? ഓൺലി മിസ്റ്റർ ബീന് മാത്രമാണ് ആൻസർ കിട്ടിയിട്ടുള്ളത്. ബാക്കി ആരും ആൻസർ കമൻറ്റ് ചെയ്തില്ലല്ലോ. ഇത് മനസ്സിലായോ? നിങ്ങൾക്ക് ഒന്ന് കമൻറ്റ് ചെയ്തേ. ഈ ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. മനസ്സിലായോ? ചെയ്യാൻ മനസ്സിലായോ? സ്യൂഡോ ഫോഴ്സ് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. സ്യൂഡോ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലടാ, ഫ്രെയിമിൻ്റെ ആക്സിലറേഷൻ ഓപ്പോസിറ്റ് ഉള്ള ഫോഴ്സാണ് സ്യൂഡോ ഫോഴ്സ്. അതെപ്പോഴാണ് വരിക? നോൺ ഇനർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിലാണ് വരിക. അതിൻ്റെ ഇക്വേഷൻ എന്താണ്? മാസ് ഓഫ് ദ ബോഡി ഇൻറ്റു ആക്സിലറേഷൻ ഓഫ് ദ ഫ്രെയിം ആയിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഒന്ന് കമൻറ്റ് ചെയ്തേ. യെസ്, ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. യെസ്. സോ നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് 20th question. Two blocks of mass 2 kg and 1 kg are in contact on a frictionless table. If a force of 3 Newton is applied on 2 kg block, then the force of contact between two blocks. See, അവർ കോണ്ടാക്ട് ഫോഴ്സ് ആണ് ചോദിക്കുന്നത്. ഇവരുടെ ഇടയിലുള്ള ഈ കോണ്ടാക്ട് ഫോഴ്സ് ചെയ്യാനുള്ള വഴി പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കിക്കുക എങ്ങനെയാണ് ചെയ്യുക. ആദ്യം നമ്മൾ ആക്സിലറേഷൻ കണ്ടുപിടിക്കും. ആക്സിലറേഷൻ്റെ ഫോർമുല എന്ന് പറയുന്നത് അൺബാലൻസ്ഡ് ഫോഴ്സ് ബൈ ടോട്ടൽ മാസ് ആണ്. അൺബാലൻസ്ഡ് ഫോഴ്സ് ഇവിടെ ആകെ ആര് മാത്രമേ ഉള്ളൂ? 3 ഉള്ളൂ. ബൈ ടോട്ടൽ മാസ് 2 + 1 which is 3. അപ്പോൾ എത്ര കിട്ടും? 1 m/s² എന്ന് വരും. അൺബാലൻസ്ഡ് ഫോഴ്സ് ബൈ ടോട്ടൽ മാസ്. ആക്സിലറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പറഞ്ഞിരുന്നു, ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, മോർ ദാൻ 1 ബ്ലോക്ക് പ്രോബ്ലംസ് വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? എപ്പോഴും ഫ്രീ എൻഡ് എടുത്താൽ നമുക്ക് എന്ത് ചെയ്യും? അവിടുത്തെ കോണ്ടാക്ട് ഫോഴ്സ് കണ്ടുപിടിക്കാനാണ് എളുപ്പം. ഇപ്പോൾ ഇവിടുത്തെ കോണ്ടാക്ട് ഫോഴ്സ് കണ്ടുപിടിക്കാൻ 2 kg എളുപ്പം ആരുടെ ഫ്രീ ബോർഡ് ഡയഗ്രാമാണ്? 1 kg ഫ്രീ ബോർഡ് ഡയഗ്രാമാണ്. അപ്പോൾ 1 kg ഫ്രീ ബോർഡ് ഡയഗ്രത്തിൽ ഇങ്ങോട്ടൊരു ആറുണ്ട്, വേറെ ആരുമില്ല, ഇങ്ങോട്ടൊരു ആക്സിലറേഷൻ ഉണ്ട്. അപ്പോൾ നെറ്റ് ഫോഴ്സ് R ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്ന് എഴുതാം. അപ്പോൾ R ഈക്വൽ ടു 1 ഇൻറ്റു mass 1 ആണ്. that is 1 into 1 which is 1 Newton. The contact force between 2 kilo and 1 kilo will be equal to 1 Newton. കുഴപ്പമുണ്ടോ? റെഡി അല്ലേ? യെസ്, 3 പേർക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. 1 Newton. So the next question. If a massless string passes over a frictionless pulley and carries 2 masses m1 and m2, ക്വസ്റ്റ്യനിൽ അവർ എടുത്തു പറഞ്ഞിട്ടുണ്ട് m1 is greater than m2. അതായത് m1 എന്താണ്? m2നേക്കാളും വലുതാണ്. At its ends, if g is the acceleration due to gravity, then the thrust on the pulley is. ഇങ്ങനത്തെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കുന്നതാണ്. ത്രസ്റ്റ് ഓൺ ദ പുള്ളി, പുള്ളിയിലുള്ള ത്രസ്റ്റ് കണ്ടുപിടിക്കാൻ ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ആക്സിലറേഷൻ എഴുതാൻ അറിയാലോ. ആക്സിലറേഷൻ അല്ലെങ്കിൽ ടെൻഷൻ എഴുതാം അല്ലേ. ടെൻഷൻ T ഈക്വൽ ടു എന്താ മക്കളെ ഇക്വേഷൻ? 2m1 m2g ബൈ m1 + m2. മക്കളെ പുള്ളിയിലുള്ള ത്രസ്റ്റ് ആടാ, പുള്ളിയിലുള്ള ത്രസ്റ്റ്. അതിൻ്റെ ആൻസർ അപ്പോൾ 2m1 m2g ബൈ m1 + m2 ഇതാണോ? ടെൻഷനാണോ പുള്ളിയിലുള്ള ത്രസ്റ്റ്? ആർക്കെങ്കിലും ഒന്ന് പറയാവോ? പുള്ളിയിലുള്ള ത്രസ്റ്റ് എന്തായിരിക്കും എന്നുള്ളത്? ടെൻഷനാണോ പുള്ളിയിലുള്ള ത്രസ്റ്റ്? കാരണം സ്ട്രിങ്ങിൽ ആക്ട് ചെയ്യുന്നതും ടെൻഷൻ അല്ലേ. അപ്പോൾ പുള്ളിയിൽ ആക്ഷൻ റിയാക്ഷൻ പെയർ ആണല്ലോ. അപ്പോൾ പുള്ളിയിലും ടെൻഷൻ തന്നെയാണോ വരിക? ആണോ വരിക? ഞാൻ ചോദിച്ച സ്ഥിതിക്ക് അല്ലായിരിക്കും അല്ലേ. പുള്ളിയിൽ ടെൻഷനാണോ ടി തന്നെയാണോ ത്രസ്റ്റും വരിക?
യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ് അഭിനവ് ആൻഡ് ടിയോൺ. ഇറ്റ് ഈസ് 2t ബിക്കോസ് ഇവിടെയും നമുക്ക് എന്ത് വരും, ഇവിടെയും ടി വരും, ഇവിടെയും എന്ത് വരും, ടി വരും. അപ്പം മേളിലോട്ട് എന്താ ഉണ്ടാവുക മക്കളെ, ത്രസ്റ്റ് കൊണ്ട് പുള്ളി എന്തായിരിക്കും, 2t ആയിരിക്കും. ടി ദാറ്റ് ഈസ് 2t ആയിരിക്കും ഉണ്ടാവുക ത്രസ്റ്റ്. സോ ഇത് നമ്മൾ ടി ആണ് കണ്ടുപിടിച്ചത്. അപ്പോൾ 2t കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, 2 × 2m1m2g / m1 + m2. എന്ത് വരും, 4m1m2g / m1 + m2 എന്ന് വരും. സോ ഓപ്ഷൻ ഏതാ വരിക, ഓപ്ഷൻ 3 ആണ് ആൻസർ. 4m1m2g / m1 + m2 എന്ന് വരും. യെസ്, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In the adjoining figure, the tension in the string connecting between A and B is. എയ്ക്കും ബിക്കും ഇടയിലുള്ള ടെൻഷൻ കണ്ടുപിടിക്കണം. എയ്ക്കും ബിക്കും ഇടയിലുള്ള ഈ ടെൻഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എയ്ക്കും ബിക്കും ഇടയിലുള്ള ടെൻഷൻ എന്ത് ചെയ്യാം, എയ്ക്കും ബിക്കും ഇടയിലുള്ള ടെൻഷൻ കണ്ടുപിടിക്കാൻ ആ സ്ട്രിങ്ങിൽ ഫ്രീ എൻഡിലുള്ള ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചാൽ മതി. ഈ സ്ട്രിങ്ങിന് ഫ്രീ എൻഡിലുള്ളത് ആരാണ്, 1 kg ആണ്. അപ്പോൾ അവൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചാൽ അവിടുത്തെ ടെൻഷൻ കിട്ടും. പക്ഷേ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുന്നതിന് മുന്നേ നമുക്ക് ആരെ കണ്ടുപിടിക്കാം, ആക്സിലറേഷൻ കണ്ടുപിടിക്കാം അല്ലേ. ആക്സിലറേഷൻ്റെ ഫോർമുല എന്താ, അൺബാലൻസ്ഡ് ഫോഴ്സ് ബൈ ടോട്ടൽ മാസ്. അൺബാലൻസ്ഡ് ഫോഴ്സ് ബൈ ടോട്ടൽ മാസ് ഞാൻ ഇതിൽ തന്നെ മാർക്ക് ചെയ്യാൻ പോകണം. നിങ്ങളും അങ്ങനെ തന്നെ മാർക്ക് ചെയ്ത് പഠിക്കണം. ഇവിടെ ശ്രദ്ധിച്ചേ മക്കളെ, ഇതാ ഇവിടെ മാസ് കൂടുതലാണ്, കണ്ടാൽ തന്നെ എഴുതിയിട്ടുണ്ട് അവർ 5 കിലോ ഉണ്ടെന്ന്, ദാറ്റ് ഈസ് 5g. ഇവിടെ 3ഉം 1ഉം വെച്ച് ഇങ്ങോട്ട് എന്താ ഉണ്ടാവുക 1g, ഇങ്ങോട്ട് എന്താ ഉണ്ടാവുക 3g. സോ ഇവിടെ 4g ഉള്ളൂ, അവിടെ എത്രയുണ്ട് 5g ഉണ്ട്. അപ്പോൾ ബ്ലോക്ക് എന്തായാലും ഈ ബ്ലോക്ക് താഴോട്ട് മൂവ് ചെയ്യും, ഈ ബ്ലോക്ക് എന്ത് ചെയ്യും മുകളിലോട്ട് മൂവ് ചെയ്യും. ദാറ്റ് ഈസ് 5 kilogram will move downwards and 3 and 1 kg will move upwards. അപ്പോൾ 5gയുടെ അതേ ഡയറക്ഷനിലോട്ടാണ് ആക്സിലറേഷൻ. സോ ആക്സിലറേഷൻ ക്യാൻ ബി റിട്ടൺ ആസ് അൺബാലൻസ്ഡ് ഫോഴ്സ് വിച്ച് ഈസ് 5g. ഈ 4gക്ക് ഓപ്പോസിറ്റ് ആണ് ആക്സിലറേഷൻ, ദാറ്റ് ഈസ് 5g - 4g ബൈ ടോട്ടൽ മാസ്. 5 + 3 8 + 1 വിച്ച് ഈസ് 9. അപ്പോൾ എത്ര വരും ഇവിടെ മക്കളെ, g/9 എന്ന് വരും. g/9 നമുക്ക് ആൻസർ വേണ്ടത് ജീൻ്റെ ടേംസിലായതുകൊണ്ട് ജീനെ 10 എന്നൊന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട, g/9 തന്നെ എഴുതിയാൽ മതി. യെസ്, ആക്സിലറേഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ടെൻഷൻ കണ്ടുപിടിക്കാൻ ഇതിൽ ഏത് ഫ്രീ ബോർഡ് ഡയഗ്രാം ആയിരിക്കും നല്ലത്, 1 kgയുടെ ഫ്രീ ബോർഡ് ഡയഗ്രാം ആയിരിക്കും നല്ലത്. അപ്പോൾ 1 kgയുടെ ഫ്രീ ബോർഡ് ഡയഗ്രത്തിൽ താഴോട്ട് 1g ഉണ്ട്, മുകളിലോട്ട് ടെൻഷൻ ഉണ്ട്. ഈ ബ്ലോക്ക് മൂവ് ചെയ്യുന്നത് മുകളിലോട്ടാണ്, ആക്സിലറേറ്റ് ചെയ്യുന്നത് മുകളിലോട്ടാണ്. സോ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം, t - 1g = 1 × a എന്ന് എഴുതാം. ദാറ്റ് ഈസ് t = 1 × a. a എന്ന് പറയുന്നത് g/9 ആണ് പ്ലസ് g. അപ്പോൾ എത്ര വരും, 10g/9 ന്യൂട്ടൺ വരും. 10g/9 ന്യൂട്ടൺ. ഏതാ ഓപ്ഷൻ വരിക, 10g/9 ന്യൂട്ടൺ. ദാറ്റ് ഈസ് ഓപ്ഷൻ നമ്പർ 4. ഓപ്ഷൻ നമ്പർ 4 ആയിരിക്കും ആൻസർ അല്ലേ. യെസ്, ഓപ്ഷൻ നമ്പർ 4. ഡിയോൺ ചെറിയൊരു മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടല്ലോ, എവിടെയാണ് പറ്റിയത്, തെറ്റിയത് നോക്കണം കേട്ടോ. യെസ്, ഓപ്ഷൻ നമ്പർ 4 ആയിരിക്കും വരിക. ഓക്കെ അല്ലേ. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതൊരു കൺസ്ട്രെയിൻഡ് മോഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം രണ്ട് കൊല്ലമായിട്ട് കൺസ്ട്രെയിൻ ഒന്നും കാണുന്നില്ല ക്വസ്റ്റ്യൻ പേപ്പറിൽ, എന്നാലും കൺസ്ട്രെയിൻ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൺസ്ട്രെയിൻഡ് മോഷൻ്റെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരുന്നത്, ആക്സിലറേഷൻ ഓഫ് ദി 1 kilo മാസ് ആണ് നമ്മളെ ചോദ്യം. സി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നോക്കണം മക്കളെ, 1 കിലോയിൽ ടെൻഷൻ ടി മുകളിലോട്ട്. അപ്പോൾ ഇവിടെയും ടി അല്ലേ വരിക, ഇവിടെയും ടി ആണ്. ടി + t ഇവിടെ എത്രയാണ് മക്കളെ വരിക, 2t ആണ് വരിക. 2t ആണ് വരിക. ഏതൊരു കൺസ്ട്രെയിൻഡ് മോഷനിലും നിങ്ങൾ എഴുതേണ്ട അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ട 3 ഇക്വേഷൻസ് ആണുള്ളത്. നിങ്ങൾക്ക് വർക്ക് എനർജി പവറിലും ഉപയോഗിക്കാം, ലോസ് ഓഫ് മോഷനിലും ഉപയോഗിക്കാം, പാരലായിട്ട് എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം. 3 ഇക്വേഷൻസ് സിമ്പിളായിട്ട് അറിഞ്ഞു വെച്ചാൽ മതി. σT.s = 0, σT.v = 0, σT.a = 0. നിങ്ങൾക്ക് ഏതാണോ കണ്ടുപിടിക്കേണ്ടത്, ആക്സിലറേഷൻ ആണെങ്കിൽ σT.a = 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വെലോസിറ്റി ആണെങ്കിൽ σT.v = 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഡിസ്പ്ലേസ്മെന്റ് എന്ന ഇക്വേഷൻ σT.a എന്ന ഇക്വേഷൻ. യെസ്, എനി കൺസ്ട്രെയിൻഡ് മോഷൻ ഉപയോഗിക്കാം കേട്ടോ, σT.a ഉപയോഗിക്കാം. യെസ്, അത് ഉപയോഗിക്കാം കേട്ടോ സിദ്ധാർത്ഥ്. യെസ്, അപ്പോൾ σT.s 0 എന്ന് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് എന്താണോ കണ്ടുപിടിക്കേണ്ടത് അതനുസരിച്ച് മാറും. അതായത് ആക്സിലറേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത് ആക്സിലറേഷൻ, വെലോസിറ്റി ആണെങ്കിൽ വെലോസിറ്റി ഇക്വേഷൻ, ഡിസ്പ്ലേസ്മെന്റ് ആവുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ്. നമ്മളിപ്പോൾ വർക്ക് എനർജി പവറിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ σT.s ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പോൾ ഏതാണോ വേണ്ടത് അതനുസരിച്ച് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ ആക്സിലറേഷൻ ആയതുകൊണ്ട് നമുക്ക് ഏതിൽ നിൽക്കാം, സ്റ്റിക്ക് ചെയ്യാം, ഇതിൽ സ്റ്റിക്ക് ചെയ്യാം അല്ലേ. σT.a = 0 നിൽക്കാം. അപ്പം നമുക്ക് ഈ 4 kgയുടെ ആക്സിലറേഷൻ മിസ് എ ആയിട്ട് എടുത്താൽ 4 kgയുടെ ആക്സിലറേഷൻ എ ആണ്. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് 1 kgയുടെ ആക്സിലറേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ഇതിനെ A4 എന്ന് എടുക്കുക, ഇതിനെ A1 എന്ന് എടുക്കുക. σT.a = 0 അല്ലേ. യെസ്, എങ്ങനെ എഴുതും മക്കളെ ഇവിടെ ശ്രദ്ധിക്കടാ.
4 kg താഴോട്ട് മൂവ് ചെയ്യും അല്ലേ? 4 kgക്ക് മാസ് കൂടുതലാണ്, 4 kg എന്ത് ചെയ്യും? താഴോട്ട് മൂവ് ചെയ്യും വിത്ത് ആൻ ആക്സിലറേഷൻ A4. വിത്ത് ആൻ ആക്സിലറേഷൻ A4. അങ്ങനെയാണെങ്കിൽ 1 kg എങ്ങോട്ട് മൂവ് ചെയ്യണം? മുകളിലോട്ട് മൂവ് ചെയ്യണം വിത്ത് ആൻ ആക്സിലറേഷൻ A1. അങ്ങനെയാണെങ്കിൽ നോക്കണം മക്കളെ, 2t അത് മുകളിലോട്ടും ടി ഡോട്ട് എ, നിങ്ങൾക്ക് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കാൻ അറിയുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. എങ്ങനെ എടുക്കുക? ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ രണ്ട് വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രോഡക്റ്റ് നമ്മൾ എടുക്കുന്നത്, രണ്ടിൻ്റെ ഇടയിലുള്ള ആംഗിൾ 180 ആണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും, രണ്ടിൻ്റെ ഇടയിലുള്ള ആംഗിൾ എന്താണ് 0 ആണെങ്കിൽ എങ്ങനെയായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും ആൻസർ. ഇവിടെ നോക്കും മക്കളെ, 2t മുകളിലോട്ടും അതിൻ്റെ ആക്സിലറേഷൻ താഴോട്ടുമാണ്. 2t മുകളിലോട്ടും ആക്സിലറേഷൻ താഴോട്ടും ആയതുകൊണ്ട് അവൻ്റെ ഇടയിലുള്ള ആംഗിൾ 180 ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതാം? 2t × A4 × -1. TA cos theta, TA cos 180, cos 180 -1 ആയതുകൊണ്ട് നമ്മൾ 2t × A4 × -1 എന്ന് എഴുതി. യെസ്. ഇനി അടുത്തത് പ്ലസ് സിഗ്മ എടുക്കാന്ന് പറഞ്ഞാൽ പ്ലസ് ചെയ്യുക, സമ്മേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ആണെങ്കിലോ ടിയും മുകളിലോട്ടാണ്, A1ഉം മുകളിലോട്ടാണ്. അപ്പോൾ നമുക്ക് t × A1 which is equal to 0. That is t × A1 equal to 2t × A4 എന്ന് വരും. അതിൻ്റെ അർത്ഥം എന്താണ്? A1 എന്ന് പറയുന്നത് എന്താ മക്കളെ? 2A4 ആണ്. അപ്പം ഫോർത്ത്, അതായത് 4 കിലോ മാസുള്ള ബോഡിയുടെ ആക്സിലറേഷൻ്റെ ട്വൈസ് ആണ് എന്ത്? 1 കിലോഗ്രാം മാസുള്ള ബോഡിയുടെ ആക്സിലറേഷൻ. ഇതവിടെ നിൽക്കട്ടെ. ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇനി എന്താ? സിമ്പിൾ അല്ലേ? ഇവൻ്റെ ഫ്രീ ബോർഡ് ആയിരുന്നില്ല എന്തൊക്കെയാണ് വരിക? അപ്പം മുകളിലോട്ടല്ലേ മൂവ് ചെയ്യുന്നത്. ഇവൻ്റെ വെയിറ്റ് എങ്ങോട്ട് ആക്ട് ചെയ്യണത്? താഴോട്ടാണ് ആക്ട് ചെയ്യണത്. 1 കിലോ ടി മുകളിലോട്ട്, ആക്സിലറേഷൻ മുകളിലോട്ട്, താഴോട്ടാണ് അവൻ്റെ വെയിറ്റ് 1g. അപ്പോൾ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? t minus g equal to 1 × A1 എന്ന് എഴുതാം. ദാറ്റ് ഈസ് t മൈനസ് g, അതന്നെ മതി അല്ലേ? t മൈനസ് g equal to 1 × A1. ഈ ഒരു ഇക്വേഷനും കൂടെ ഉണ്ടാക്കാം. ഈ 4 kg ഇക്വേഷനും കൂടെ പറഞ്ഞേ. 4 kg ഇക്വേഷൻ, 4 kg ഇക്വേഷനിൽ 2t ആണ് മുകളിലോട്ട്, പക്ഷെ ഇവ മൂവ് ചെയ്യുന്നത് താഴോട്ടാണ് വിത്ത് ആൻ ആക്സിലറേഷൻ A4. താഴോട്ട് ഇവൻ്റെ വെയിറ്റിന് 4g ഉണ്ട്, ദാറ്റ് ഈസ് 40 ആയിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ t - 10 എന്നൊക്കെ എടുക്കാം കേട്ടോ. t - 10 എന്ന് എടുക്കാം, കാരണം ജിൻ്റെ ടേംസിലാണ് ആൻസർ വേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെയും 4g എന്ന് എടുക്കാം, ഇവിടെയും g എന്ന് എടുക്കാം. ഇവിടെ g എന്ന് എടുക്കാം, ഇവിടെ 4g എന്ന് എടുക്കാം. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഇക്വേഷൻ നമുക്ക് താഴോട്ടാണല്ലോ മൂവ് ചെയ്യണത്, അപ്പോൾ 4g ആണല്ലോ വലുത്. അപ്പോൾ 4g - 2t equal to 4 × A4 എന്ന് എഴുതാം. ഇങ്ങനെ എഴുതാം. ഇനി ഇവിടെ വേണമെങ്കിൽ നമുക്ക്, അപ്പോൾ ആദ്യത്തവൻ്റെ ആക്സിലറേഷൻ A ആണെങ്കിൽ, ആദ്യത്തവൻ്റെ അതായത് 4 കിലോഗ്രാമിൻ്റെ ആക്സിലറേഷൻ A ആണെങ്കിൽ 1 കിലോഗ്രാമിൻ്റെ ആക്സിലറേഷൻ എത്രയാണ്? 2A ആണ് അല്ലേ? 4 കിലോഗ്രാമിൻ്റെ ആക്സിലറേഷൻ A4ന് ഞാൻ A ആയിട്ട് എടുത്താൽ A1 എന്ന് പറയുന്നത് എന്താ മക്കളെ? 2A ആണ്. അപ്പോൾ ഇക്വേഷൻ ഒന്നുകൂടെ മാറ്റാം. t - g equal to 2A എന്ന് വരും. 4g - 2t equal to 4A എന്ന് വരും. ഇതിന് × 2 ചെയ്താൽ പോരെ. അപ്പോൾ ഇക്വേഷനിൽ നമുക്ക് 2t കിട്ടിയ ടീം ക്യാൻസൽ ആവും. അപ്പോൾ ഈ ഇക്വേഷൻ × 2 ചെയ്യുമ്പോൾ 2t - 2g equal to 4A എന്ന് വരും. യെസ്. അപ്പോൾ ഈ 2t ക്യാൻസൽ ആവും. ഇക്വേഷൻ പ്ലസ് ചെയ്താൽ 4g - 2g എന്ത് വരും മക്കളെ? 2g വരും, which is equal to 8A. അപ്പോൾ ആക്സിലറേഷൻ equal to g/4 എന്ന് വരും. ആക്സിലറേഷൻ equal to g/4. യെസ്. ലീസ്റ്റ് തന്നെ പറഞ്ഞ് ഇനീഷ്യൽ ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാലേ അത് ജസ്റ്റ് റിലീസ് ചെയ്യാണല്ലോ നമ്മൾ. 1 കിലോഗ്രാം മൂവ് ചെയ്ത ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാൻ. ഇതേപോലെ തന്നെ σT.S equal to 0. പിന്നെ ഈ 1 കിലോഗ്രാം മൂവ് ചെയ്ത ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നത് നിങ്ങൾക്ക് വർക്ക് എനർജി പവറിലാണ് കേട്ടോ. ഇതേ കൺസെപ്റ്റ് ഉണ്ടടാ, σT.S equal to 0 എടുക്കുക. അപ്പം ഇതാണ് കൺസെപ്റ്റ്. ഇതേ റിലേഷൻഷിപ്പ് നോക്കിയേ, ഇതേ റിലേഷൻഷിപ്പ്. ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ആക്സിലറേഷൻ, ഫസ്റ്റത്തെ ബ്ലോക്കിൻ്റെ ആക്സിലറേഷൻ ട്വൈസ് ഓഫ് 4 കിലോ ബ്ലോക്കിൻ്റെ ആക്സിലറേഷൻ എന്ന് കിട്ടിയില്ലേ? അവിടെ എന്ത് വരും? ഫസ്റ്റത്തെ ബ്ലോക്കിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ട്വൈസ് ഓഫ് 4 കിലോഗ്രാം ബ്ലോക്കിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് വരും. പിന്നെ ബ്ലോക്ക് ഇവിടെ ഇരിക്കുന്ന ഫ്ലോറിലാണെങ്കിൽ ജസ്റ്റ് നമ്മൾ പൊക്കുവാണെങ്കിൽ അവിടെ നമ്മൾ നോർമൽ റിയാക്ഷൻ എന്തായിട്ട് എടുക്കും? mg ആയിട്ട് എടുക്കും. n = mg എടുക്കും. പിന്നെ ജസ്റ്റ് അവിടെ നിന്ന് പൊങ്ങിയിട്ടേ ഉള്ളൂ. ക്വസ്റ്റ്യൻ അനുസരിച്ച് മാറും കേട്ടോ. ജസ്റ്റ് അവിടെ നിന്ന് ഇപ്പോൾ സർഫസ് നിന്ന് പൊങ്ങി എന്ന് പറഞ്ഞാൽ അവിടുത്തെ നോർമൽ റിയാക്ഷൻ നമുക്ക് 0 ആയിട്ട് എടുക്കാം. അങ്ങനെയായിരിക്കും വരിക ക്വസ്റ്റ്യനിൽ. പിന്നെ 1 കിലോഗ്രാം റെസ്റ്റ് ഓൺ എ ഫ്ലോർ ആൻഡ് ഇറ്റ് ഈസ് റിലീസ്ഡ്. ദെൻ ദ ഇനീഷ്യൽ ആക്സിലറേഷൻ ഓൺ 4 kg കാണാൻ പറഞ്ഞാലും അതിൻ്റെ മക്കളെ നോർമൽ റിയാക്ഷൻ. അപ്പം നമ്മൾ ജസ്റ്റ് റിലീസ് ചെയ്യല്ലേ, അപ്പോൾ അത് നല്ല പൊങ്ങുമ്പോൾ നമുക്ക് നോർമൽ റിയാക്ഷൻ എന്തായിട്ട് എടുക്കാം? 0 ആയിട്ട് എടുക്കാം. നോർമൽ റിയാക്ഷൻ 0 ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുക കേട്ടോ. യെസ്.
ഈ ജസ്റ്റ് റിലീസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിലൊക്കെ നിങ്ങൾ ആലോചിക്കേണ്ടത് സർഫസിൽ നിന്ന് അത് മെല്ലെ പൊങ്ങി. അപ്പോൾ സർഫസിൽ നിന്ന് മെല്ലെ പൊങ്ങുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ നോർമൽ റിയാക്ഷൻ എന്ത് ചെയ്യും? ഇല്ലാണ്ടാവും, അപ്പം തന്നെ ഇല്ലാണ്ടാവും. ബിക്കോസ് ഞാൻ അപ്പോഴേ പറഞ്ഞിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, നോർമൽ റിയാക്ഷൻ ഒരു ഇമ്പൾസീവ് ഫോഴ്സ് ആണ്, അവൻ അപ്പം തന്നെ ഇല്ലാണ്ടാവും. ടെൻഷൻ പോലത്തെ ഒരു ഇമ്പൾസീവ് ഫോഴ്സ് ആണ് നോർമൽ റിയാക്ഷൻ. ഓക്കെ, അങ്ങനെയുള്ള കേസിലൊക്കെ ജസ്റ്റ് റിലീസ്, ജസ്റ്റ് ഒന്ന് ലിഫ്റ്റ് ചെയ്തു അങ്ങനെയൊക്കെ പറയുമ്പോൾ അങ്ങനെ ചെയ്യണം. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, in the system shown in the adjoining figure the tension T2 is. നിങ്ങൾ ക്ലിയർ ആണോ ഈ ക്വസ്റ്റ്യൻ? ഇവിടെ നോക്കിയ മക്കളെ, ഇതാണ് T1, this is T1 and this is T2 and this is T3. T1, T2, T3. യെസ്, ഇത് സോൾവ് ചെയ്തേ നോക്കട്ടെ. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഒറ്റയ്ക്ക് ചെയ്തേ നോക്കട്ടെ, ഒറ്റയ്ക്ക് ചെയ്തേ നോക്കട്ടെ. ആൻസർ കമൻറ്റ് ചെയ്തേ, പെട്ടെന്നാവട്ടെ ആൻസർ. ാണോ വരുന്നത്? ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യണമല്ലോ. ഓപ്ഷൻ നമ്പർ 3. ആണോ എന്നാണ് ചോദിക്കുന്നത്. വേറെ ആർക്കും ആൻസർ കിട്ടിയില്ലേ? G/2, G, 2G, 5G, 6G, ഇതിലേതാ വരിക? ഗിരി ഏത് ക്വസ്റ്റ്യനാ ചോദിക്കുന്നത്? തൊട്ട് മുന്നത്തെ ആൻസർ ആണോ? അല്ലല്ലോ, 4G, G/4 ആണ് കേട്ടോ വരിക. G/4 ആണ് കേട്ടോ ആൻസർ. G/2 അല്ലല്ലോ, G/4 ആ വരിക. മക്കള് ട്വൈസ് മൾട്ടിപ്ലൈ ചെയ്തതിന് മിസ്റ്റേക്ക് ആയിരിക്കേ, നോക്കണേ. യെസ്, ഓപ്ഷൻ 4 കിട്ടുന്നുണ്ടല്ലോ, 6G. അങ്ങനെ 6G കിട്ടുന്നത്? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ ഇത്? എന്താ ക്വസ്റ്റ്യൻ? ദ ടെൻഷൻ T2. ടെൻഷൻ T2 എത്രയായിരിക്കും എന്നാണ് ചോദ്യം. അതായത് ഇവിടുത്തെ നമ്മൾ ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു. ഇങ്ങനെ ഒരു ബ്ലോക്കിനെ മാത്രം ഇട്ടാൽ, അല്ലെങ്കിൽ ഒരു മാസ്, ഒരു റോപ്പിൽ മാസുള്ള റോപ്പാണ് എടുത്തിരുന്നെങ്കിൽ, മാസ് T3 = 6G. മക്കളെ T3 അല്ലടാ, T2 അല്ലടാ ചോദ്യം. ടെൻഷൻ T2 ആണ് ചോദ്യം. ടെൻഷൻ T2 എന്ന് പറയുന്നത് ഫ്രീ എൻഡിലെ വെയിറ്റ് ആയിരിക്കും, ആണോ അല്ലയോ? ഇവിടുത്തെ ടെൻഷൻ എന്ന് പറയുന്നത് 2G + 3G ആയിരിക്കും. T2 = 2G + 3G which is 5G എന്ന് വരും. 5G അല്ലേ വരിക? T3 = 5G ആണ് കേട്ടോ അഭിനവ്. ഇനി എനിക്കും അതാണ് കിട്ടിയത്, മിസ് സാച്ചുറേഷൻ ഓഫ്. പിന്നെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ എന്താണ് ഇത്രയും മിസ്റ്റേക്ക് വരുന്നത് നോക്കട്ടെ. ആക്സിലറേഷൻ G/4 അല്ലേ കിട്ടുന്നത്? ഇത് മൾട്ടിപ്ലൈ -2T + 2T, 4G - 2G which is 2G. 2G = 8. ആക്സിലറേഷൻ = G/4 എന്ന് വരും അല്ലേ ചോദ്യം? 4 കിലോഗ്രാമിൻ്റെ ആക്സിലറേഷൻ അല്ലേ ചോദ്യം? ഓക്കെ, ആക്സിലറേഷൻ ഓഫ് 1 കിലോഗ്രാം ആണ് അല്ലേ ക്വസ്റ്റ്യൻ? ആക്സിലറേഷൻ ഓഫ് 1 കിലോഗ്രാം ആണ് അല്ലേ ക്വസ്റ്റ്യൻ? യെസ്, ആക്സിലറേഷൻ ഓഫ് 1 കിലോഗ്രാം ആകുമ്പോൾ നമ്മൾ ഇവിടുന്ന് എടുത്തതായിരുന്നു 4 കിലോഗ്രാമിൻ്റെ ആക്സിലറേഷൻ ആണ് A. അപ്പോൾ 1 കിലോഗ്രാമിൻ്റെ ആക്സിലറേഷൻ 2A ആണ്. സോ A1 = നമുക്ക് 2A എന്ന് എഴുതാം. ദാറ്റ് ഈസ് 2 × G/4 which is G/2. ആക്സിലറേഷൻ ഓഫ് 1 is G/2. G/2 എങ്ങോട്ടാ വരിക? G/2 upwards എന്ന് വരും. G/2 upwards. ദാറ്റ് ഈസ് ഓപ്ഷൻ നമ്പർ 4 ആണ് കേട്ടോ ആൻസർ. ഓപ്ഷൻ നമ്പർ 4, G/2 upwards. ഓക്കെ, ഓക്കെ അല്ലടാ ഗിരി? ഓക്കെ അല്ലേ മിസ്റ്റർ ബീൻ ഗിരി? മങ്കി റോ പ്രോബ്ലംസ് അല്ലേ? മങ്കി റിലേറ്റീവ് ആയിട്ട് കയറുന്നത്. ഓക്കെ, നോക്കട്ടെ കേട്ടോ, സമയം ഉണ്ടെങ്കിൽ ചെയ്തുതരാം. മങ്കി റോ പ്രോബ്ലംസ്. ഓക്കെ,
അപ്പോൾ in the system shown in the adjoining figure, the tension T2 is 5G ആണ് കേട്ടോ. ആൻസർ 5G ആണ്. ഓപ്ഷൻ 3 ആണ് ആൻസർ 5G. യെസ്. അടുത്തത് 3 blocks of masses 2 kg and 3 kg, 5 kg are connected to each other with light strings are then placed on the smooth frictionless surface. The pulley is pulled with a force F from the side of the lighter mass so that it moves with an acceleration of 1 meter per second square. T1 and T2 denote the tensions in the other string. The value of F is C. ഇതിൽ F കാണിച്ചിട്ടില്ല, അതായത് പുള്ളി ചെയ്യുന്ന ഫോഴ്സ് F ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ Fന്റെ ഡയറക്ഷൻ അവർ കാണിച്ചിട്ടുണ്ട്, പക്ഷെ F കാണിച്ചിട്ടില്ല. F ഇങ്ങനെയാണ് കേട്ടോ. F T1 ഉം T2 ഉം ടെൻഷനാണ്. ദ വാല്യൂ ഓഫ് F ആണ് ചോദ്യം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഫ്രിക്ഷൻ്റെ ക്വസ്റ്റ്യൻ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ ഫ്രിക്ഷൻ ആണ് കേട്ടോ. ഇത് കഴിഞ്ഞ് നമുക്ക് നേരെ ഫ്രിക്ഷനിലേക്ക് കിടക്കാം. ഫ്രിക്ഷൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യാം കേട്ടോ. യെസ്, ഫ്രിക്ഷൻ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ ചെയ്യാം നമുക്ക്. 3 blocks of masses M1, 2 kg, 3 kg, 5 kg are connected to each other with light strings and are then placed on a smooth frictionless surface. Yes, ഇവിടുത്തെ ആക്സിലറേഷൻ തന്നിട്ടുണ്ടെങ്കിൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത് അൺബാലൻസ്ഡ് ഫോഴ്സ് ബൈ ടോട്ടൽ മാസ് അല്ലടാ. അൺബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറയുന്നത് എഫ്, ടോട്ടൽ മാസ്. കാരണം ടെൻഷൻ എത്ര ഉണ്ടെങ്കിലും അത് ആക്ഷൻ റിയാക്ഷൻ പെയറാണ്. എത്ര അവിടെ ഉണ്ടായിട്ടും കാര്യമില്ല. ദാറ്റ് ഈസ് ആക്ഷൻ റിയാക്ഷൻ പെയർ. അവർ ക്യാൻസൽ ആയി പോയിക്കോളും. പിന്നെയുള്ളത് എഫ് ആണ്, ഒരേ ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് ബൈ ടോട്ടൽ മാസ് എന്താ 3 + 2 5, 5 + 5 10. ആക്സിലറേഷൻ 1 ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എഫ് ഇസ് ഈക്വൽ ടു എന്ത് വരുമോ മക്കളെ? 10 ന്യൂട്ടൺ എന്ന് വരും. എഫ് ഇസ് ഈക്വൽ ടു 10 ന്യൂട്ടൺ. ബട്ട് യുവർ ടീച്ചിങ് എഫേർട്സ് വിൽ ലാംഗ്വേജ് 10 ന്യൂട്ടൺ. താങ്ക് യു. യെസ്, 4. ഓപ്ഷൻ നമ്പർ 4 ആണ് കേട്ടോ ആൻസർ. യെസ്. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2 masses 8 kg and 4 kg are connected by a string as shown in the figure over a frictionless pulley. The acceleration of the system is എന്നാണ് ചോദ്യം. സിസ്റ്റത്തിൻ്റെ ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലോ. എങ്ങനെ ചെയ്യാം? ആക്സിലറേഷൻ എന്ന് പറയുന്നത് അൺബാലൻസ്ഡ് ഫോഴ്സ് ബൈ ടോട്ടൽ മാസ് ആണല്ലോ. അൺബാലൻസ്ഡ് ഫോഴ്സ് ബൈ ടോട്ടൽ മാസ്. അപ്പോൾ നമുക്ക് അൺബാലൻസ്ഡ് ഫോഴ്സ് എടുക്കുമ്പോൾ താഴെ ഏത് വേണമെങ്കിലും എടുക്കാം. ഏതെടുക്കാം? നമുക്ക് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നതായിട്ട് എടുക്കാം അല്ലേ. അപ്പോൾ ഇവൻ്റെ 4G വരും. നമുക്ക് 4G, ഇവൻ്റെ ആണെങ്കിൽ ഇങ്ങോട്ട് ആരാ വരിക മക്കളെ? 4G sin 30, 8G sin 30 വരും. ഓ, ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് 4G ആണ്, ഇത് 8G sin 30 ആണ്. ഇത് 4G, ഇത് 8G sin 30. ഈ 8G sin 30 ചെയ്യുമ്പോൾ എത്ര തന്നെയാണ് വരിക? 4G തന്നെയാണ് വരിക. അപ്പോൾ നമുക്കത് ചെയ്യുമ്പോൾ ആക്സിലറേഷൻ എന്താ വരിക മക്കളെ? 0 വരും. 4G minus 8G sin 30. ഇതാണല്ലോ അൺബാലൻസ്ഡ് ഫോഴ്സ് ബൈ ടോട്ടൽ മാസ്. ടോട്ടൽ മാസ് എത്രയാണ്? 8 + 4 which is 12. അപ്പോൾ നമുക്ക് 4G - 4G തന്നെയാണ് വരുന്നത് ബൈ 12 which is equal to 0. ആക്സിലറേഷൻ 0 ആണ് വരിക അല്ലേ. യെസ്. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ദ മാക്സിമം ഫോഴ്സ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അപ്പോൺ വിച്ച് ദ ബോഡി ഡസ് നോട്ട് മൂവ് ഇസ് കോൾഡ്. ബോഡി മൂവ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ബോഡി ജസ്റ്റ് സ്റ്റാർട്ട്സ് ടു മൂവ്. ആ ടൈമിലുള്ള ഫ്രിക്ഷൻ ആരാണ്? ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആണ് അല്ലേ. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആണ്. യെസ്, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആണ്. പിന്നെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരിക്കലും വരില്ല. നോർമൽ റിയാക്ഷൻ ഫ്രിക്ഷനേ അല്ല, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആണ് വരിക. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, following statement is true. More force is required to start a motion than to maintain it against a friction. Less force is required to start a motion than to maintain it against a friction. Equal force is required to start a motion and to maintain it against a friction. None of the above. See, answer നമുക്ക് അറിയണമാണ്. കാരണം Fs max is greater than, ഒന്ന് ആൻസർ കമൻറ്റ് ചെയ്തേ നോക്കട്ടെ. Fs max is greater than or equal to Fk ആണ്. അതിൻ്റെ അർത്ഥം റിലേറ്റീവ് മോഷൻ ഇല്ലാത്ത സമയത്തുള്ള ഫ്രിക്ഷൻ ആണ് റിലേറ്റീവ് മോഷൻ ഉള്ള സമയത്തുള്ള ഫ്രിക്ഷനേക്കാളും കൂടുതൽ. ദാറ്റ് മീൻസ് മോർ ഫോഴ്സ് നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റാർട്ട് ചെയ്യാനാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? മോർ ഫോഴ്സ് കൊടുക്കേണ്ടത്. സോ ഓപ്ഷൻ ഏതാ വരിക മക്കളെ? ഓപ്ഷൻ നമ്പർ 1 ആയിരിക്കും ആൻസർ. Next question, if the normal reaction is double then the coefficient of friction is, simple question ആണ്. നോർമൽ റിയാക്ഷൻ ഡബിൾ ചെയ്താൽ അപ്പം തന്നെ ഫ്രിക്ഷനും എന്ത് ചെയ്യും? ഡബിൾ ചെയ്യും. ഫ്രിക്ഷനും ഡബിൾ ചെയ്യും, Fs മാക്സും ഡബിൾ ചെയ്യും, അല്ലെങ്കിൽ Fk ആണോ അവിടെയുള്ള ഫ്രിക്ഷൻ ഡബിൾ ചെയ്യും. കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ത് ചെയ്യും? റിമെയിൻസ് അൺചേഞ്ച്ഡ് ബിക്കോസ് ഇറ്റ് ഓൺലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദി നേച്ചർ ഓഫ് ദ കോൺടാക്ട് സർഫസ്. കോൺടാക്ട് സർഫസിന്റെ നേച്ചറിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലേ. യെസ്, നോർമൽ റിയാക്ഷനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് നല്ലൊരു കൺസെപ്റ്റുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ചെയ്യാൻ നോക്കിക്കേ. എന്താ ക്വസ്റ്റ്യൻ വായിച്ചേ? 2 blocks of mass m equal to 6 kg and mass small m equal to 3 kg are placed as shown in the figure. The coefficient of friction between m and m is 0.5. Coefficient of friction between m and the surface is 0.4. The maximum horizontal force, underline the word maximum horizontal force. Underline the word maximum horizontal force. Maximum horizontal force
that can be applied to the mass m so that they can move without separation. സെപ്പറേഷൻ ഇല്ലാതെ മൂവ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഹൊറിസോണ്ടൽ ഫോഴ്സ് ആണ് ചോദ്യം. മക്കളെ, സെപ്പറേഷൻ ഇല്ലാതെ മൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ റിലേറ്റീവ് മോഷൻ ഇല്ലെന്നല്ലേ അർത്ഥം. അപ്പോൾ അവിടെ വരുന്ന ഫ്രിക്ഷൻ ആരാ? മാക്സിമം ഫ്രിക്ഷൻ ആയിട്ടുള്ള ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആണ് അവിടെ വരിക. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആണ് ഇവരുടെ ഇടയിൽ വരുന്നത്. ആദ്യം തന്നെ ഇവിടുത്തെ കോയഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഒക്കെ നമുക്കൊന്ന് അടയാളപ്പെടുത്തി പോവാം. ഇവിടുത്തെ കോയഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എത്രയാണ് മക്കളെ തന്നിരിക്കുന്നത്? 0.4 ആണ്. ഇവിടുത്തെ കോയഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എത്രയാണ് തന്നിരിക്കുന്നത്? 0.5 ആണ്. 0.4ഉം 0.5ഉം. യെസ്, ഞാൻ ആദ്യം പറഞ്ഞ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഡ്യൂട്ടി അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് റിലേറ്റീവ് മോഷനെ ഓപ്പോസ് ചെയ്യുക എന്നുള്ളതാണ്. റിലേറ്റീവ് മോഷനെ ഓപ്പോസ് ചെയ്യുക എന്നുള്ളതാണ് ഫ്രിക്ഷൻ്റെ ഡ്യൂട്ടി. ആൻസർ ആണോ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നത് ഓപ്ഷൻ 1 എന്ന്? ആണോ മക്കളെ? ഓപ്ഷൻ 1 ആൻസർ ആണോ? ഓപ്ഷൻ 1 ആവോ? നോക്കാം, നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ റിലേറ്റീവ് മോഷനെ ഓപ്പോസ് ചെയ്യുക എന്നുള്ളതാണ് ഫ്രിക്ഷൻ്റെ ഡ്യൂട്ടി. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ റിലേറ്റീവ് മോഷൻ ഓപ്പോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ എഫ് ഇങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവനിൽ ആക്ട് ചെയ്യുന്ന, അതായത് 6 kg മാത്രം നിങ്ങൾ നോക്കിക്കേ, ആ 6 kgയിൽ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷൻ എങ്ങോട്ടായിരിക്കും? സർഫസിൽ നിന്നുള്ള ഫ്രിക്ഷൻ ഇങ്ങോട്ടും, ഈ എമ്മും എമ്മും തമ്മിലൊരു കോണ്ടാക്ട് സർഫസ് ഉണ്ടല്ലോ, അതുവഴിയുള്ള ഫ്രിക്ഷൻ ഇങ്ങോട്ടും. ഞാൻ ഇതിനെ F1 എന്നെടുത്തേ, ഇത് F2 ആയിട്ട് എടുത്തു. F1ഉം F2. 3 kgയിൽ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷൻ എങ്ങോട്ടായിരിക്കും? ഞാൻ ക്ലാസ്സിൽ എടുത്തപ്പോഴേ തുടങ്ങിയപ്പോഴേ പറഞ്ഞിരുന്നു, നമ്മൾ 5 ഫോഴ്സസ് ആണ് പഠിക്കുന്നത്. കോണ്ടാക്ട് ഫോഴ്സ്, നോർമൽ റിയാക്ഷൻ, ടെൻഷൻ, സ്പ്രിംഗ് ഫോഴ്സ്, പിന്നെ ആരാ? ഓപ്ഷൻ നമ്പർ 3, വെരി ഗുഡ്. സ്പ്രിംഗ് ഫോഴ്സ്, പിന്നെ ഏതാ? ഫ്രിക്ഷൻ. ഈ 5 ഫോഴ്സും ആക്ഷൻ റിയാക്ഷൻ പെയറാടാ. അപ്പോൾ ഈ 6 കിലോയിൽ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് ഇങ്ങോട്ടാണെങ്കിൽ 3 കിലോയിൽ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് ഇങ്ങോട്ടായിരിക്കും. ബിക്കോസ് ഇറ്റ് ഈസ് എൻ ആക്ഷൻ റിയാക്ഷൻ പെയർ. ദാറ്റ് ഈസ് 3 kgയിൽ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? F2. ഇറ്റ് ഈസ് ഇൻ റൈറ്റ് വേർഡ്സ്. ആണോ അല്ലയോ? അപ്പോൾ നമുക്കിനി F2 കണ്ടുപിടിക്കാം. എങ്ങനെ F2 കണ്ടുപിടിക്കാം? F2 എന്ന് പറയുന്നത് അവിടുത്തെ മാക്സിമം ഫോഴ്സ് ആണ് പറയേണ്ടത്. ദാറ്റ് ഈസ് FS മാക്സ് ആണ്. FS മാക്സ് എങ്ങനെ കണ്ടുപിടിക്കും? വിച്ച് ഇസ് ഈക്വൽ ടു മ്യൂസ് ഇൻറ്റു എൻ എന്ന് എഴുതാം. മ്യൂസ് ഇൻറ്റു എൻ. മക്കളെ, മ്യൂസ് എവിടത്തെ മ്യൂസ് എടുക്കണടാ? നമ്മൾ ഇവിടത്തെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അവിടുത്തെ മ്യൂസ് വിച്ച് ഇസ് 0.5 ഇൻറ്റു mg. മക്കളെ, ഏത് mg ആണ് എടുക്കുക? ഏത് നോർമൽ റിയാക്ഷൻ എടുക്കേണ്ടത്? നമ്മൾ ഏത് ഫ്രിക്ഷൻ ആണോ കണ്ടുപിടിക്കുന്നത് ആ സർഫസിലെ നോർമൽ റിയാക്ഷൻ എടുക്കണം. ഈ സർഫസിലെ നോർമൽ റിയാക്ഷൻ വേണം എടുക്കാൻ. ആണോ അല്ലയോ? യെസ്, ആ സർഫസിലെ നോർമൽ റിയാക്ഷൻ എടുക്കുമ്പോൾ വിച്ച് ഈസ് 0.5 ഇൻറ്റു 3 ഇൻറ്റു G10 എന്ന് വരും. വിച്ച് ഇസ് എത്ര വരുമോ മക്കളെ? 50 ന്യൂട്ടൺ എന്ന് വരും F2. ഇനി F1 കണ്ടുപിടിക്കാൻ സിമ്പിൾ അല്ലേ? F1 എന്ന് പറയുന്നത് എന്താ? പിന്നെ മ്യൂസ് എൻ തന്നെയാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, മ്യൂസ് അപ്പം മാറി, വിച്ച് ഈസ് 0.4 ആണ് എൻ എന്ന് പറയുന്നത് നമ്മൾ ഏത് സർഫസ് ആണോ കൺസിഡർ ചെയ്യുന്നത് അതിൻ്റെ നോർമൽ റിയാക്ഷൻ. നമ്മൾ കൺസിഡർ ചെയ്യുന്ന സർഫസ് ഇപ്പോൾ ഇതാണ്. ഇപ്പോൾ ഇവിടുത്തെ നോർമൽ റിയാക്ഷൻ അവിടുത്തെ നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ മേളിലിരിക്കുന്ന മാസുകളുടെ എന്തായിരിക്കും? വെയിറ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് 6 + 3 എത്ര വരും ഇവിടെ മക്കളെ? 9 വരും. 9 ഇൻറ്റു G വിച്ച് ഈസ് 9 ഇൻറ്റു G10. അപ്പോൾ എത്ര വരും? വിച്ച് ഈസ് 36 എന്ന് വരും അല്ലേ? 36 എന്ന് വരും. മ്യൂസ് എൻ 0.4 ഇൻറ്റു 9 ഇൻറ്റു 10, 36 എന്ന് വരും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മാക്സിമം ഫോഴ്സ് ആണ്. മാക്സിമം ഫോഴ്സ് കണ്ടുപിടിക്കാൻ ആ 6 kgയുടെ ഫ്രീ ബോഡി ഡയഗ്രാം മാത്രം നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. 6 kgയുടെ ഫ്രീ ബോഡി ഡയഗ്രാം എടുക്കുമ്പോൾ ഇങ്ങോട്ടൊരു ഫോഴ്സ് F ഉണ്ട്. ഇതിനുണ്ടാക്കുന്ന ആക്സിലറേഷൻ നമുക്ക് കണ്ടുപിടിക്കാം. ഇങ്ങോട്ടൊരു F1 ഉണ്ട്, F2 ഉണ്ട്, താഴെ F1 ഉണ്ട്. മക്കളെ, ഞാൻ ഇങ്ങനെ കൊടുക്കുന്നതിന് മീനിങ് എന്താണെന്ന് വെച്ചാൽ ഇത് ഈ സർഫസിലുള്ള ഫ്രിക്ഷൻ ആണ് F1, മുകളിലത്തെ സർഫസിലുള്ള ഫ്രിക്ഷൻ ആണ് F2. അപ്പോൾ നമുക്ക് നെറ്റ് ഫോഴ്സസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം മക്കളെ? മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്ന് എഴുതാം. ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ സിമ്പിൾ ആണല്ലോ. ഏതിൻ്റെ ആക്സിലറേഷൻ എടുത്താൽ മതി? ഈ 3 kgയുടെ ഫ്രീ ബോഡി ഡയഗ്രാം നോക്കി കഴിഞ്ഞാൽ ഈ 3 kg ആര് കാരണമാണ് മൂവ് ചെയ്യുന്നത്? ഈ ഒരു ആക്സിലറേഷൻ, ഈ ഒരു F2 വഴി മാത്രമാണ് അത് മൂവ് ചെയ്യുന്നത്. 3 kg മൂവ് ചെയ്യാനുള്ള കാരണക്കാരൻ ആര് മാത്രമാണ്? F2 മാത്രമാണ്. അപ്പോൾ ആ 3 kgയുടെ ഫ്രീ ബോഡി ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും മക്കളെ? ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. 3 kgയുടെ ഫ്രീ ബോഡി ഡയഗ്രത്തിൽ നിന്ന് ആക്സിലറേഷൻ കണ്ടുപിടിക്കാം. ഇതല്ലേ 3 kgയിൽ ആക്ട് ചെയ്യുന്ന F2 ഇങ്ങോട്ട്. F2 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, 15 ആണ്. അപ്പോൾ നമുക്ക് നെറ്റ് ഫോഴ്സസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? മാസ് ഇൻറ്റു ആക്സിലറേഷൻ. വാട്ട് ഈസ് എ നെറ്റ് ഫോഴ്സ്? വിച്ച് ഈസ് 15. മാസ് എത്ര മക്കളെ? 3. ആക്സിലറേഷൻ നമുക്ക് കണ്ടുപിടിക്കണം. അവിടെ നമുക്ക് ആക്സിലറേഷൻ കിട്ടും. ആക്സിലറേഷൻ എത്ര കിട്ടി? 5 m/s². ഇതന്നെയാണ് 6 kgയുടെയും ആക്സിലറേഷൻ. കാരണം എന്താ? രണ്ടുപേർക്കും ഒരേ ആക്സിലറേഷൻ ആണ്. കാരണം ഒരു എടുത്ത് പറഞ്ഞിട്ട് they can move without separation. So both will have same acceleration. രണ്ടുപേർക്കും സെയിം ആക്സിലറേഷൻ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവിടെ നമുക്ക് നെറ്റ് ഫോഴ്സിൽ
നെറ്റ് ഫോഴ്സിലെ F minus F1 minus F2 equal to mass 6 into acceleration 5. So F minus F1 എത്രയാ മക്കളെ 36, F2 എത്രയാ മക്കളെ 15 is equal to 5 into 3 30, 5 into 6 30. അപ്പോൾ F is equal to 30 plus 36 plus 15 which is equal to 81 Newton എന്ന് വരും. 81 Newton. ഓക്കെ ആണോ? യെസ്. സ്മൂത്ത് എടുത്ത് മനുഷ്യൻ magnitude of 0.5. 2 blocks of masses. ഇതെന്താ ക്വസ്റ്റ്യൻ ഇട്ടിരിക്കുന്നത് ജിബിൻ? യെസ് 81 ന്യൂട്ടൺ എന്ന് കിട്ടും കേട്ടോ. 41 അഭിനവ് 41 അല്ലല്ലോ. യെസ് ഏത് ക്വസ്റ്റ്യനാ മക്കളെ? 2 blocks of masses 1 kg and 2 kg are kept on a smooth surface. Coefficient of friction between the block is 0.5. If a force of 3 Newton is applied on എനിക്ക് 1 kilo ആണോ മക്കളെ താഴെ നിൽക്കുന്നത് അതോ 2 kilo ആണോ? Find the magnitude of frictional force between the blocks. Yes, m plus m into acceleration എടുത്തില്ല അതാ കുറച്ചുകൂടെ എം പ്ലസ് എം ഇൻറ്റു യു പ്ലസ് യു ഇൻറ്റു ജി. ആ മക്കളെ എം പ്ലസ് എം ഇൻറ്റു യു പ്ലസ് യു ഇൻറ്റു ജി അതിൻ്റെ കൺസെപ്റ്റാണ് ഇപ്പോൾ പറഞ്ഞത്. ആ ഇക്വേഷൻ എടുത്താൽ മതി, അത് പഠിച്ചാൽ മതി കേട്ടോ. പക്ഷേ അത് എപ്പോഴും സെയിം ആവണമെന്നില്ല. നമ്മളവിടെ വിത്തൗട്ട് സെപ്പറേഷനിൽ അത് മൂവ് ചെയ്യുന്നതുകൊണ്ടാണ് സെയിം ആവുന്നത്. ഇവർ രണ്ടുപേരും മൂവ് ചെയ്യുന്നത് വിത്തൗട്ട് സെപ്പറേഷനിൽ വരുന്നതുകൊണ്ടാണ് കേട്ടോ നമുക്കവിടെ എഫ് എസ് മാക്സ് എന്ന് വരുന്നത്. എം പ്ലസ് എം ഇൻറ്റു μ1 പ്ലസ് μ2 ഇൻറ്റു ജി എന്ന് എടുക്കണമെങ്കിൽ മൂവ് ചെയ്യേണ്ടത് സെപ്പറേഷൻ ഇല്ലാതെ ആയിരിക്കണം. വിത്തൗട്ട് സെപ്പറേഷനിൽ അത് മൂവ് ചെയ്യണം. പിന്നെ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് എങ്ങോട്ടാ? 6 kg നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ്. അത് ശ്രദ്ധിക്കണേ ആ ഇക്വേഷൻ പഠിക്കണമെങ്കിൽ. യെസ്. സോ നിങ്ങൾ ഇനിയും കുറച്ചുകൂടി ഡൗട്ട്സ് ചോദിച്ചു. അതായത് പുള്ളി ബ്ലോക്ക് പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ട്. അതിൽ തന്നെ മങ്കിയുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഫ്രിക്ഷനിൽ തന്നെ കുറച്ചുകൂടി ലെവലുള്ള ക്വസ്റ്റ്യൻസ് വേണം അല്ലേ? എന്തായാലും നമുക്ക് ഒരു ദിവസം കൂടെ ഇരിക്കാം കേട്ടോ. ഓക്കെ. ഓക്കെ അല്ലേ? ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് സെഷനിൽ എന്തായാലും ഒന്നുകൂടെ ഇരിക്കാം കേട്ടോ. ഈ പുള്ളി ബ്ലോക്ക് പ്രോബ്ലംസും മങ്കി റിലേറ്റീവ് ആയിട്ടുള്ള പ്രോബ്ലംസും പിന്നെ മാത്രമല്ല ഫ്രിക്ഷൻ്റെ തന്നെ 4-5 കേസസും കൂടെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ അല്ലേ? സോ എല്ലാവരും ഓക്കെ അല്ലേ? നമുക്കിന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞാലോ? ഓക്കെ. Okay, so thank you.